ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു വേൾഡ് കപ്പ് എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം സംസാരിക്കാൻ പോകുന്നത് അർജൻറ്റീനയുടെ ഈജിപ്തിനെതിരെയുള്ള ആ ഒരു റൗണ്ട് ഓഫ് 16 മത്സരത്തെക്കുറിച്ചാണ്. അതായത് കോൺട്രവേഴ്സികളിൽ മുങ്ങി നിറഞ്ഞ് നീരാടിയ അർജൻറ്റീനയുടെ ഒരു ഗ്രേറ്റ് വേൾഡ് കപ്പ് കംബാക്ക് മത്സരത്തിൻ്റെ കഥ വല്ലാത്തൊരു കഥയാണത്. കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. 2-0 എന്നുള്ള സ്കോർ ലൈന് പുറകിൽ പോയിട്ടുണ്ടായിരുന്ന അർജൻറ്റീന 3-2 എന്നുള്ള സ്കോർ ലൈന് വിജയിച്ച് കയറിയ മത്സരം. അതിൽ തന്നെ സാക്ഷാൽ ലിയണൽ മെസ്സി, ആരാണ് ലിയണൽ മെസ്സി എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച മറ്റൊരു സുന്ദരമായിട്ടുള്ള രാത്രി കൂടി കടന്നു വരികയാണ്. മാൻ, ആ ലിറ്റിൽ മജീഷ്യൻ വീണ്ടും അർജൻറ്റീനയെ തോളിലേറ്റി കൊണ്ടുപോകുന്ന ചിത്രം നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിരിക്കുകയാണ്. ഇത് എത്ര തവണ കണ്ടിട്ടുള്ള സംഭവമാണ്. 39ാമത്തെ വയസ്സിലും ആ ഭാരം തോളിലേറ്റി കൊണ്ടുപോവാണ് ചങ്ങായി. മാൻ, അൺബിലീവബിൾ. പിന്നെ ഓഫ് കോഴ്സ് കോൺട്രവേഴ്സീസ് ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കണം. ഈജിപ്തിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ കുറിച്ച് സംസാരിക്കണം. ഈജിപ്തിൻ്റെ ഒടുവിലുള്ള കാപ്പിച്ചുലേഷനെ കുറിച്ച് സംസാരിക്കണം. പക്ഷേ ഈജിപ്ത് ആഫ്രിക്കയുടെ പ്രൈഡ് എന്ന നിലയിൽ അവർ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ ആ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് നോക്കൗട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. റൗണ്ട് ഓഫ് 32 അവർ വിജയിക്കുന്നു ഓസ്ട്രേലിയക്കെതിരെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. എന്നിട്ട് അവർ റൗണ്ട് ഓഫ് 16 എത്തുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇൻക്രെഡിബിൾ റണ്ണാണ്. മോസാലയെ സംബന്ധിച്ചിടത്തോളം ഇൻക്രെഡിബിൾ റണ്ണാണ്. പക്ഷേ എന്താണ്, റൗണ്ട് ഓഫ് 16 അവർ വല്ലാത്തൊരു കഥ രചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അതായത് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു സുന്ദരമായിട്ടുള്ളൊരു വിക്ടറി അവർ നേടിയെടുക്കുന്നതിൻ്റെ ആ ഒരു ഘട്ടത്തിലൂടെ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെയാണ് ലിയോ മെസ്സി പറഞ്ഞത് നോ, ഇന്നില്ല, ഇന്ന് വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് അവിടെ റഫറിങ് ഡിസിഷൻസിനെ കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിലേക്ക് നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴായിട്ട് പറയുന്നൊരു സംഭവമാണ് VAR എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അത് ഫുട്ബോളിലെ ഇമോഷൻസിനെ തല്ലിക്കെടുത്ത തരത്തിലൊരു സംഭവമാണ്. യെസ്, VAR ഇല്ലാത്ത കാലങ്ങളിൽ നമ്മൾ ടെക്നോളജിക്കായിട്ട് വാദിച്ചിട്ടൊക്കെ ഉണ്ട് പലരും. പക്ഷേ VARൻ്റെ യൂസേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ അസിസ്റ്റൻറ്റ് റെഫറിങ്ങിൻ്റെ യൂസേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഏത് രീതിയിലാണ് കളീനെ മൈക്രോ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഒരു എടങ്ങറുണ്ടാക്കുന്ന തരത്തിലൊരു സംഭവമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് കളിയെ ഭയങ്കരമായിട്ട് മൈക്രോ മാനേജ് ചെയ്യുന്നു, ഇമോഷൻസിനെ തല്ലിക്കെടുത്തുന്നു, ആൾക്കാർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരുപാട് കോൺസ്പിറസി തിയറീസും കാര്യങ്ങളും ആളുകളുടെ മനസ്സിൽ വരുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷണൽ സ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ബയസ് നേച്ചർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളായിരിക്കും നമ്മുടെ വായിൽ നിന്ന് വരിക, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്തകളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അത് ഏത് കൂട്ടരാണെങ്കിലും ആ രീതിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇമോഷൻസ് നമ്മുടെ പല ഡിസിഷൻസിനെയും നമ്മുടെ കോഗ്നിറ്റീവ് തിങ്കിങ്ങിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള സംഭവമായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പോലും ബാധിക്കുന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓഫ് കോഴ്സ് പിന്നെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കളിക്കാരൻ അത് ലിയണൽ മെസ്സിയാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. അഗെയിൻ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലത് ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. എന്തായാലും ആ കോൺട്രവേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. അതിന് മുമ്പ് ലിസാൻഡ്രോ മാർട്ടിനസ് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതായത് ലിച്ച പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ആ 2 ഗോളിന് പുറകിൽ പോയിട്ടുള്ള ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ സാഹചര്യത്തിൽ ആരും പാനിക്കായില്ല എന്നുള്ളതാണ്. പക്ഷേ കളി കണ്ടവരെല്ലാവരും പാനിക്കായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇന്നായിരിക്കും പുറത്തു പോകുന്നതെന്നുള്ളത് പലരും ചിന്തിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 67ാമത്തെ മിനിറ്റിലാണ് ആ 2ാമത്തെ ഗോൾ സീക്കോ അടിക്കുന്നത്. സീക്കോ തന്നെ ആ 2ാമത്തെ ഗോൾ അടിച്ചു. അത് ഡിസലോ ചെയ്തിട്ടുണ്ടായിരുന്ന സീക്കോയുടെ ഗോളായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കണം. പക്ഷേ പിന്നീട് അതേ സീക്കോ തന്നെ ഗോൾ അടിക്കുന്നു. ഫാൻറ്റാസ്റ്റിക് സംഭവമാണ്. അതൊരു ഗ്രേറ്റ് സംഭവമാണ്. ആ 2-0 ലീഡ് അവർ ഡിസേർവ് ചെയ്തൊരു സംഭവമായിരുന്നു. ആ 2-0 ലീഡ് അവർക്ക് കിട്ടുകയും ചെയ്തു ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആരും ഷൗട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ലിയോനെ നോക്കി എന്നുള്ളതാണ്. പുള്ളിയൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷേ അതിനുശേഷം പിന്നെ കൂടുതൽ ബോൾ ചങ്ങായി ഡിമാൻഡ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. കൂടുതൽ ഓരോ തവണയും തന്നിലേക്ക് പാസ് കൊടുക്കാനായിട്ട് ചങ്ങായി ഡിമാൻഡ് ചെയ്യുന്നതാണ് ലിച്ച പറഞ്ഞു വെക്കുന്നത്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായി ഗെയിം ഫിനിഷ്ഡ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം ഈ ഒരു മനുഷ്യൻ ആ ടീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അവിടെ നിന്ന് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ എന്താണ്, പുള്ളി ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ മറ്റൊരു ഗോൾ അടിക്കുന്നു. അപ്പോൾ അതാണ്, ആ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് ലിയോ മെസ്സി ഈ ടീമിലുണ്ടാക്കുന്നത്. ഒന്നും അങ്ങോട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഒന്നും. മെസ്സിനെ സംബന്ധിച്ചിടത്തോളം ആൾ തന്നെ പലപ്പോഴും പൊസഷൻ നഷ്ടപ്പെടുത്തുന്നു. ആൾക്ക് വിചാരിച്ച പോലെ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നില്ല. 39കാരനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിചാരിച്ച പോലെ ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് പുറത്തു പോവുകയാണോ എന്നുള്ള തോന്നലായിരുന്നു എല്ലാവരുടെയും മനസ്സിലായിരുന്നത്. മിനിറ്റ് 78 ക്ലോക്കിൽ.
ഇനി അധികം സമയമില്ല. യെസ്, ഒരു 12 മിനിറ്റും പിന്നെ ഇഞ്ചുറി ടൈം ഉണ്ടായിരിക്കും, 6-7 മിനിറ്റും ഉണ്ടായിരിക്കും, അത്രേ ബാക്കിയുള്ളൂ. ഈജിപ്ത് ആണെങ്കിൽ മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ്. ആ സെൻട്രൽ പ്രോഗ്രഷൻ ഉണ്ടല്ലോ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം, അത് നടപടിയാവുന്നില്ല. സെൻട്രലിലൂടെയുള്ള ആ പരിപാടി നടക്കുന്നില്ല. വൈഡ് ഏരിയയിലാണെങ്കിൽ ആൾക്കാരില്ല, അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരില്ല. അപ്പോൾ ഇവിടെ വെച്ച് തീരുവാണോ എന്നുള്ളതാണ് പലരുടെയും മനസ്സിലൂടെ കടന്നുകൊണ്ടിരുന്ന ഒരു സംഭവം. അതോടൊപ്പം തന്നെ ലിയോ മെസ്സി ആണെങ്കിൽ മത്സരത്തിലേക്ക് അർജൻറ്റീന തിരിച്ചുകൊണ്ടുവരാനുള്ള സുവർണാവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഗോൾ ഈജിപ്ത് അടിച്ചിട്ടുള്ള അതേ സാഹചര്യത്തിൽ തന്നെ അവിടെ നിന്ന് അധികം മിനിറ്റുകൾ വൈകാതെ തന്നെ ഒരു പെനാൽറ്റി അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. തഗ്ലഫിയൊക്കെയാണ് ബോക്സിൽ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. എൻസോ ഫെർണാണ്ടസിൻ്റെ മനോഹരമായിട്ടുള്ള ബോളായിരുന്നു. തഗ്ലഫിയൊക്കെ ആയിരുന്നു ആ ലെഫ്റ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു ചങ്ങായി. തഗ്ലഫിയൊക്കെയുടെ റണ്ണുകൾ അത് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണകരമായിട്ടുള്ള സംഭവമായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആ പെനാൽറ്റി പക്ഷേ ലിയോ മെസ്സി, സാക്ഷാൽ ലിയോ മെസ്സി ആൾക്ക് ഗോളാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. അതായത് ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ ഷൂട്ടൗട്ടിലല്ലാതെ ഒരു വേൾഡ് കപ്പിൽ മൾട്ടിപ്പിൾ പെനാൽറ്റികൾ മിസ് ചെയ്യുന്ന ആദ്യത്തെ ആളായിട്ട് മാറുകയായിരുന്നു ലിയോ മെസ്സി. അവിടെ നമുക്കറിയാം ഓസ്ട്രേലിയക്കെതിരെ ചങ്ങായി പെനാൽറ്റി പുറത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആൾ പുറത്തേക്ക് അടിച്ചിട്ടില്ല. ഷൊബേർ എന്ന് പറയുന്ന കീപ്പർ ഫാൻറ്റാസ്റ്റിക് സേവ് പുൾ ഓഫാണ്. ഈ ടൂർണമെൻറ്റിൽ, ഈ വേൾഡ് കപ്പിൽ ചങ്ങായി 2 പെനാൽറ്റികൾ സേവ് ചെയ്ത് നമ്മൾ കണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൻ്റെ തുടക്കത്തിൽ പെനാൽറ്റി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും എന്നുള്ളത് അത് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള സംഭവമല്ല, ആ രീതിയിലുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ ലിയോനെ സംബന്ധിച്ചിടത്തോളം മൊത്തം 8 പെനാൽറ്റികൾ ചങ്ങായി വേൾഡ് കപ്പിൽ എടുക്കുന്നു. അതിൽ 4 മാത്രമേ ആൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് 50% കൺവേർഷൻ റേറ്റ് മാത്രം. അത് മെസ്സിയെ പോലത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡെവസ്റ്റേറ്റിംഗ് റെക്കോർഡാണ്, നല്ലൊരു റെക്കോർഡല്ല. ആൾ എന്തിനാളുടെ ആ ഒരു പെനാൽറ്റി എടുക്കുന്ന ടെക്നിക്ക് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടിരുന്ന ആ ഒരു ടെക്നിക്കല്ല ആളിപ്പോൾ മുമ്പോട്ടേക്കുന്നത്. അതൊരു പുവർ സംഭവമായിരുന്നു മെസ്സിയെ സംബന്ധിച്ചിടത്തോളം, പുവർ സംഭവം അല്ലേ. പക്ഷേ അതിനുശേഷം അവർ ചാൻസുകൾ ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഷൊബേറിൻ്റെ കോൺഫിഡൻസ് കൂട്ടിയത് മെസ്സി ആയിരുന്നു അല്ലേ. ഷൊബേർ നല്ല സേവുകൾ പുൾ ഓഫ് ചെയ്ത് നമ്മൾ കാണുന്നു. സെക്കൻഡ് ഹാഫിൽ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ അർജൻറ്റീനയ്ക്ക് സാധിക്കുന്നില്ല, കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ലിയണൽ സ്കലനി ആണെങ്കിൽ ആ കിച്ചൺ സിങ്ക് ത്രോ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ നീക്കോ പാസിനെ പോലെ, വാലന്റിയൻ ബാർക്കോ പോലെ, ജൂലിയാനോ സിമോനെ പോലുള്ള പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുടെ ട്രസ്റ്റഡ് റിസോഴ്സുകളെ തന്നെയാണ് മുമ്പോട്ടേക്ക് പറഞ്ഞു വിടുന്നുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എന്താണ് പ്ലാൻ ബി എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലാൻ ബി എന്നോ പ്ലാൻ എ എന്നോ ഒന്നുമില്ല. അവരുടെ ഏക പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ലിയോ മെസ്സിയാണ്. അതാണ് അവരുടെ ആകെയുള്ള പ്ലാന്. ആ പ്ലാൻ വർക്കൗട്ടാണ് നമ്മൾ കണ്ടിരിക്കുകയാണ്. അതായത് ഇത്തരത്തിലുള്ള സിനാരിയോകളിൽ മാലാഖ, ഡിമറിയ പ്രത്യക്ഷപ്പെടാറുണ്ട് അർജൻറ്റീനയുടെ കുപ്പായത്തിൽ അല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഡിമറിയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കണ്ടു ലിയോ മെസ്സി എങ്കൽ ഡിമറിയായി മാറുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങി കളിക്കുന്ന മെസ്സിനെ ഞാൻ കാണുകയാണ്. കാരണം സെൻട്രൽ ഏരിയയിൽ ഒന്നും നടപടിയാവുന്നില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ചില മത്സരങ്ങളൊക്കെ ചങ്ങായി ചെയ്യുന്നതാണ്. കാരണം ആൾ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കും, അവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് കളിക്കും, താഴോട്ടിറങ്ങി വന്ന് അവിടെ നിന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ സെൻറ്ററിലൂടെ ഒന്നും നടക്കുന്നില്ലെങ്കിൽ ആൾ റൈറ്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ ലിയോ മെസ്സി മാലാഖയായി മാറുന്ന നമ്മൾ കണ്ടിരിക്കുകയാണ്. അങ്ങനെ റൈറ്റിലേക്ക് നീങ്ങിയിട്ട് ഓക്കെ, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഇതുവരെ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ലിയോ മെസ്സി, നമുക്കറിയാം ഒരുപാട് ജൂജു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാബോ വെർദേക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ട് കുറേ അത്തരത്തിലുള്ള ജൂജു സംഭവങ്ങളെക്കുറിച്ച് സംസാരങ്ങളുണ്ടായിരുന്നു. അന്ധവിശ്വാസങ്ങളുടെ ഒരു മേഖലയാണല്ലോ ഫുട്ബോൾ അല്ലെങ്കിൽ സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ, ഫുട്ബോളേഴ്സ് ആണെങ്കിലും ആരാധകരാണെങ്കിലും. ഇപ്പോൾ ചിലരൊക്കെ ഒരു ഇടത്തുനിന്ന് കളി കണ്ടു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് മാറി നിൽക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാളാണ്. മാത്രമല്ല ജിങ്സിങ് എന്ന് പറയുന്ന പരിപാടിയിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. അപ്പോൾ എന്തായാലും അത് എന്താ പറയുക, നമ്മൾ സ്നേഹിക്കുന്ന ടീം ജയിക്കാനായിട്ട് പല ആൾക്കാരും അത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള ജൂജു, തേങ്ങ, മാങ്ങ, പണ്ടാരങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കാബോ വെർദേക്കെതിരെ അർജൻറ്റീന വിജയിച്ച് കയറുന്നു. ഇവിടെ ഈ ഒരു അവസരത്തിൽ മെസ്സി പറയുകയാണ്, അല്ലെങ്കിൽ മെസ്സി ചിന്തിക്കുകയാണ്, അല്ല ഞാൻ മെസ്സി അല്ലേ, യെസ് എനിക്ക് 39 വയസ്സുണ്ട്, പക്ഷേ ഇവിടെ ഞാനാണ് പെനാൽറ്റി മിസ്സാക്കിയിരിക്കുന്നത്. എൻ്റെ കാരണത്താൽ എനിക്ക് വേണ്ടി എല്ലാം കൊടുത്ത ഈ ടീമും ഈ ഗ്രൂപ്പും അവർ ഈ ഒരു സ്റ്റേജിൽ റൗണ്ട് ഓഫ് 16 ഈജിപ്തിനെതിരെ തോറ്റു പുറത്താക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമല്ലോ. അത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വരുന്നു. യെസ്, ലിയോ മെസ്സി ഒരു 10-12 വയസ്സ് കുറയുന്നതാണ് നമുക്ക് ആ ഒരു അവസരത്തിൽ. ആ നിൽപ്പിൽ 10-12 വയസ്സ് അദ്ദേഹത്തിന് കുറയുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്, ആളുടെ ഡ്രിബ്ലിങ്, മാത്രമല്ല
ഫ്രീ കിക്കുകളും കോർണറുകളും ഒന്നും വിചാരിച്ച പോലെ അവിടെ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ റൈറ്റ് ഹാഫ് സ്പേസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേമസ് ഫാന്റാസ്റ്റിക് ഡെലിവറി ഉണ്ടല്ലോ, കുട്ടി റൊമേറോ സ്ട്രൈക്കറിനെ പോലെയുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് ഫ്രീ ഹെഡറാണ്. യാസർ ഇബ്രാഹിം എന്ന് പറയുന്ന ഈജിപ്തിന് വേണ്ടി മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്ന ചങ്ങായിയാണ് അവിടെ ഓൺ സൈഡാക്കി നിർത്തുന്നത്. ആളെ ആ ഒരു ഫ്രീ ഹെഡറിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടി റൊമേറോ. ഒരു ഗോളും അടക്കാണ്, 2-1 മൊമെൻറ്റം അർജൻറ്റീനയുടെ കൂടെയായി. പിന്നെ ലിയോ മെസ്സിയുടെ ഒരു റണ്ണുണ്ടായിരുന്നു, ആ റൈറ്റ് വിങ്ങിലൂടെയുള്ള റൺ. അതാണ് ഞാൻ പറഞ്ഞത്, 10-12 വയസ്സ് ചങ്ങയുടെ കുറഞ്ഞു പോയി എന്നുള്ളത്. ആ രീതിയിലുള്ള ആ ഒരു റൺ നമ്മൾ കാണുന്നു. ലോത്തറോ മാർട്ടിനസിന് ഇങ്ങനെ ഉയർത്തി കൊടുക്കുന്നു. ലോത്തറോ മാർട്ടിനസ് പക്ഷേ അത് ഹെഡ് ചെയ്ത് പുറത്തേക്കാണ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വാട്ട് എ ചാൻസ്, വാട്ട് എ റൺ. അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത രീതിയിലൊരു കോരിത്തെരിപ്പുണ്ടായിരുന്നുള്ളതാണ്. ദാറ്റ് വാസ് എക്സ്ക്വിസിറ്റ്, ഗ്രേറ്റ് റൺ. അവിടെ നിന്ന് തീർന്നോ ഇല്ല, ആൾ അഗെയിൻ ക്രോസ് ബോക്സിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇനഫ് നമ്പേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്കലനി കിച്ചൺ സിങ്ക് ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നമ്പേഴ്സ് ബോക്സിലുണ്ട്. ആ ഒരു അവസരത്തിൽ അർജൻറ്റീനയെ സംബന്ധിച്ചുള്ള അവർ ഡിഫെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു പരഡസാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. കുട്ടി റൊമേറോ പോലും ഈ ബോക്സിലുണ്ട്. ലിസാൻഡ്രോ മാർട്ടിനസും പരഡസും മാത്രം നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുട്ടി റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും പരഡസും മാത്രം ഡിഫെൻസിൽ, ബാക്കി എല്ലാവരോടും പോയി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബോക്സിലേക്ക് ലോത്തറോ മാർട്ടിനസും ഹൂലിയൻ അൽവാരസും ലിയോ മെസ്സിയും ഒക്കെ ആ പിച്ചിലുണ്ട് ഒരുമിച്ച് എന്നുള്ള കാര്യം ഓർക്കണം. ലിയോ മെസ്സി ക്രോസ് കൊടുക്കാൻ ശ്രമിക്കുന്നത് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അഗെയിൻ ആൾ ക്രോസ് കൊടുക്കുന്നത് ഡിഫ്ലക്ട് ചെയ്തിട്ട് ആ ഫാർ പോസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ലോത്തറോ മാർട്ടിനസ് അത് അക്രബാറ്റിക്കായിട്ട് ആളത് പിന്നെ ആ ഒരു 6 യാർഡിലേക്ക് തള്ളിവിടുകയാണ്. അവിടെ മോലിനൊക്കെ പകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മോണ്ടിയൽ അത് മെല്ലെ കൺട്രോൾ ചെയ്യാനുള്ള ശ്രമമൊക്കെയാണ് നടത്തുന്നത്. പക്ഷേ മെസ്സി ആ ക്രോസ് ബോക്സിലേക്ക് കൊടുത്തുള്ള സാഹചര്യത്തിൽ ആളെ ബോക്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ 2 ഈജിപ്ഷ്യൻ പ്ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. മെസ്സി ആ ക്രോസ് കൊടുത്തുള്ള സാഹചര്യത്തിൽ അവരെന്തുകൊണ്ടാണ് ട്രാക്ക് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് കപ്പിച്ചുലേഷൻ എന്ന് പറഞ്ഞാൽ, കോൺസെൻട്രേഷൻ ലെവലിൽ പോകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ മെസ്സി ബോക്സിലേക്ക് നടന്നു വന്നിട്ടുണ്ടായിരുന്നത് അവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവിടെ മോണ്ടിയൽ അതിങ്ങനെ ഒന്ന് നിരക്കി കൊടുത്തു മെസ്സിക്കായിട്ട്. പക്ഷേ അതൊരു ബൗൺസിങ് ബോളാണ്, എളുപ്പമേ അല്ല. അവിടെയുള്ള മെസ്സിയുടെ ടെക്നിക്ക് ഉണ്ടല്ലോ, അത് പ്രഷർ കുക്കർ സിറ്റുവേഷനാണ്. ഇനഫ് ടൈമില്ല ചിന്തിക്കാനായിട്ട്. പലരും അത് ആകാശത്തേക്ക് അടിച്ച് കളിയാ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊരു ക്ലീൻ കോൺടാക്റ്റ് കിട്ടുക എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അതൊക്കെ ജീനിയസ് ഫുട്ബോളേഴ്സിന് മാത്രം സാധിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ ഇനി മെസ്സി വീണ്ടും ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതൊരു അൺബിലീവബിൾ ടെക്നിക്കാണ്. കാരണം അത് ബാറിനോട് മുകളിലൂടെ പോകാനാണ് സാധ്യത കൂടുതലുള്ളത്. പക്ഷെ അവിടെ ആളുടെ കോൺടാക്ട് വാസ് അൺബിലീവബിൾ മാൻ. ഷൊബീറിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ കൈ അതിൽ തട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ബാറിൽ തട്ടി, അണ്ടർനെത്ത് ബാൾ തട്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണെന്നതിന് ശേഷമുള്ള മെസ്സിയുടെ സെലിബ്രേഷൻ മാൻ, അതായത് ഗ്രേറ്റ് റിലീഫായിരുന്നു മെസ്സിയെ സംബന്ധിച്ചിടത്തോളം. കാരണം വെച്ചാൽ പുള്ളിയുടെ മനസ്സിലത് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ പെനാൽറ്റി മിസ് ഞാൻ കാരണം ഈ ടീം വേദനിക്കാൻ പോവാണല്ലോ, തൻ്റെ ടീംമേറ്റ്സ്, തനിക്കായിട്ട് എല്ലാം കൊടുത്ത ടീംമേറ്റ്സ് വേദനിക്കാൻ പോകണമല്ലോ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. മത്സരത്തിന് ശേഷം അത് തന്നെയാണ് ചെങ്ങായി പറഞ്ഞതെന്നുള്ളതാണ്. അത് തന്നെയാണ് പറഞ്ഞത്. കാരണം മത്സരത്തിന് ശേഷം ചെങ്ങായി കരയാണ്. യെസ്, എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോൾ വന്നിട്ടുണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ മത്സരത്തിന് ശേഷം ലിയോ മെസ്സി കരയാണ്. ഈ ചെങ്ങായി ഇതെത്തിനാണ് കരയുന്നതെന്നുള്ളതാണ്. അതായത് കളി കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ കിളിയല്ലേ പോയത്, നമ്മളല്ലേ പണ്ടാറടങ്ങേണ്ടത്. ഇയാൾ കരയാണ്. ഇയാൾ കരഞ്ഞത് എന്തിനാണെന്ന് അയാളോട് തന്നെ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് എന്താണ്, അതായത് ഞാൻ കാരണം ഈ ഗ്രൂപ്പിന് നേരത്തെ പോകേണ്ടി വരുമായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ, ഞാൻ ടീമിനെ ലെറ്റ് ഡൗൺ ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ, ഈ ഗ്രൂപ്പ് അത് ഡിസേർവിങ് ആയിരുന്നില്ല വളരെ നേരത്തെ പോകേണ്ടത് എന്നുള്ളത്. കാരണം അവിടെ പുള്ളിക്കാരൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഹൂലിയൻ അൽവാരസൊക്കെ മത്സരത്തിന് ശേഷം മെസ്സിയെക്കുറിച്ചൊക്കെ പറയുന്ന സുന്ദരമായിട്ടുള്ള വാചകങ്ങളുണ്ട്. ആൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ ഓടുന്നത്, എന്തിനാണ് ഈ ചെയ്യുന്നത്. എൻസോ ഫെർണാണ്ടസിന് കരച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ലിയോണൽ സ്കലനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലിയോണൽ സ്കലനി സെലിബ്രേറ്റ് ചെയ്ത് ഞാൻ കണ്ടു. കാരണം വളരെ കാവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ 2ാമത്തെ ഗോൾ പിറന്നുള്ള സാഹചര്യത്തിൽ, ഈക്വലൈസർ പിറന്നുള്ള സാഹചര്യത്തിൽ ആൾ പോലും സെലിബ്രേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇവരുടെ മെൻറ്റാലിറ്റി തന്നെയാണ് ഏറ്റവും ടോപ്പായിട്ടുള്ളത്. ഇത് പറഞ്ഞല്ലോ, ലിയോ മെസ്സി തന്നെ പറയുന്നുണ്ട് മത്സരത്തിന് ശേഷം, ഈ ഗ്രൂപ്പ് ഞങ്ങൾ ഇത് തന്നെയാണ് ചങ്ങായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ടീംമേറ്റ്സ് ഇത് തന്നെയാണ് ചങ്ങായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നുള്ളൊരു സംഭവമില്ല. യെസ്, ആളിനെ ഇവരെല്ലാവരും കൂടി ആകാശത്തേക്ക് ഉയർത്തുന്നുണ്ട്, ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചോളം അവരൊരു വല്ലാത്തൊരു മായിക ലോകത്താണ്. കാരണം വെച്ചാൽ ഇത്തരത്തിലൊരു മനുഷ്യൻ്റെ കൂടെ കളിക്കാനുള്ള ഒരു ഭാഗ്യം, ആ സൗഭാഗ്യത്തിൻ്റെ ആ ഒരു സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള എല്ലാ പ്ലേയേഴ്സും, അർജൻറ്റീനയുടെ പ്ലേയേഴ്സും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാം കൊടുക്കുന്നത്. പക്ഷേ ഈ ചങ്ങായി നിരന്തരം ഈ ഗ്രൂപ്പിന് ഇങ്ങനെ ക്രെഡിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ടീംമേറ്റ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ടീംമേറ്റ്സ് അയാൾക്ക് വേണ്ടി എല്ലാം കൊടുക്കുകയാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പോഴും ഈ 39-കാരൻ അവരെയും തോളിലേറ്റി കൊണ്ടുപോകണം. വർഷങ്ങളായിട്ട് ചങ്ങായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യവും അയാൾ ശ്രമിച്ചു ഫെയിലായി. പക്ഷേ
ഒരു ഘട്ടത്തിൽ ഗിവപ്പ് ചെയ്യണം എന്ന് വരെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ആൾ റിട്ടയർ ചെയ്തായിരുന്നു. പക്ഷേ തിരിച്ചു വരുന്നു, വീണ്ടും ശ്രമിക്കുന്നു, വീണ്ടും ഫെയിലാകുന്നു. പക്ഷേ ഒടുവിൽ ആൾ ജയിക്കുന്നു. പിന്നീട് ആ ജയം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. കാരണം വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ആ ടീംമേറ്റ്സ് ഉണ്ട്. ആളുടെ സാക്രിഫൈസിനെ കുറിച്ചും ആളുടെ ആ ഒരു മെൻറ്റാലിറ്റീനെ കുറിച്ചും നല്ല ധാരണയുള്ള ആളുടെ കൂടെ കളിക്കുന്ന വലിയ പ്രിവിലേജ് ആണെന്ന് കരുതുന്ന ഒരു കൂട്ടത്തെ കിട്ടിയിരിക്കുകയാണ്, ഒരു പട്ടാളത്തെ കിട്ടിയിരിക്കുകയാണ്. ഒരിറ്റു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഇവന്മാർ അയാൾക്ക് വേണ്ടി പൊരുതും, അയാൾക്കൊരിറ്റു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അയാൾ ഇവന്മാർക്ക് വേണ്ടിയിട്ടും പൊരുതും, ആ ജേഴ്സിക്ക് വേണ്ടിയിട്ട് പൊരുതും. ബ്ലഡും സ്വെറ്റും കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു കൂട്ടം. അതാണ് ലിയണൽ സ്കലനിയുടെ ഈ അർജന്റീനൻ സൈഡ്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ കംബാക്കിൻ്റെ കഥയായിരുന്നു. മൂന്നാമത്തെ ഗോളിനെ കുറിച്ച് നമ്മളിപ്പോഴും സംസാരിച്ചിട്ടില്ല. ഈജിപ്തിൻ്റെ ഗോളുകളെ കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അർജൻറ്റീനയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ കേബോ വെർദെക്കെതിരെയുള്ള പ്രകടനത്തിൽ തന്നെ നമ്മൾ സംസാരിച്ചതായിരുന്നു. കുറേ പ്രശ്നങ്ങളുണ്ട്, പ്രധാനമായിട്ടും ഡിഫെൻസീവ്ലി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ചങ്ങായി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ടഗ്ലഫിയൊക്കെയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി 3 പേരും കഴിഞ്ഞ മത്സരത്തിലുണ്ടായിരുന്നവർ തന്നെ, കുട്ടി റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, മൊലീന. ആ റൈറ്റ് ബാക്ക് ഏരിയ ഒരു പ്രധാന പ്രശ്നമായിട്ട് തുടരുകയാണ് അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൽമാദിനെ മാറ്റി നിർത്തുന്നു. 4 ട്രഡീഷണൽ മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് കളിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അതിൽ തന്നെ പാരഡൈസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പാരഡൈസ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം അല്ലേ കേബോ വെർദെക്കെതിരെ. പാരഡൈസ് ഈ മത്സരത്തിലും ഒരു വല്ലാത്തൊരു ടാക്കിൾ നടത്തിയിട്ടുണ്ട്, വല്ലാത്തൊരു ഇൻ്റർസെപ്ഷൻ നടത്തിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഡിപ്പോൾ, പാരഡൈസ്, മക്കാലിസ്റ്റർ, അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസ് ആണ് ആ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡ് കളിക്കുന്നതായിരുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ലിയോ മെസ്സിയും ഹൂലിൻ അൽവാരസും ലോത്തറോ മാർട്ടിനസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ത് ഓസ്ട്രേലിയക്കെതിരെയുള്ള ഒരു ഗ്രേറ്റ് വിജയത്തിന് ശേഷം മോസാലയുടെ ഫിറ്റ്നസിനെ കുറിച്ചൊക്കെ ആ മത്സരത്തിൽ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ ഈ മത്സരത്തിൽ ഫിറ്റായിട്ട് വരുന്നു. പിന്നെ മോസാലയും സീക്കോയുമാണ് 2 ഫോർവേഡുകളായിട്ടുണ്ടായിരുന്നത്. അഷൂർ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട്, ഹസൻ ആ ഒരു റൈറ്റ് വിങ്ങിലുണ്ടായിരുന്നു. ഹസനെ സംബന്ധിച്ചോളം നല്ല ധാരണ ഉണ്ടായിരിക്കും ലാലിക കാണുന്നവർക്ക് അല്ലേ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയൊരു പ്രൊഫൈലാണ് ഹസൻ. അറ്റയും അതേപോലെ തന്നെ ലഷീനും മിഡ്ഫീൽഡിൽ, ഹഫേസും അതേപോലെ തന്നെ ഹാനിയും ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്കായിട്ട്, റാബിയ, ഇബ്രാഹിം, യാസർ ഇബ്രാഹിം ആ ഒരു പിന്നെ ഡിഫൻസിൽ, മുസ്തഫ അഹമ്മദ് ഷുബൈർ ആണ് കീപ്പറായിട്ടുണ്ടായിരുന്നത്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു യങ് കീപ്പറാണ്, 26-കാരനായിട്ടുള്ള കീപ്പറാണ്. അപ്പോൾ അങ്ങനെ എന്താണ്, ഈ ഹസൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. അർജൻറ്റീനയുടെ ആ സെൻട്രൽ പ്രോഗ്രഷനെ തടയാനൊക്കെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി വളരെ കോമ്പാക്റ്റായിട്ട് ഇരിക്കാമെന്നുള്ള തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അവിടെ ആദ്യത്തെ ഗോൾ വരുന്നത് പിന്നെ ഒരു കോർണർ കിട്ടുന്നു. ലിസാൻഡ്രോ മാർട്ടിനസിനത് കോർണർ തടയാൻ സാധിക്കുന്നില്ല. കോർണർ കിട്ടിയിട്ടുള്ള സാഹചര്യത്തിൽ അവർ നീറ്റ്ലി അത് ഷോർട്ടായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ആറ്റിയയുടെ ആ റൈറ്റ് ഹാഫ് സ്പേസിലുള്ള ക്രോസ് വാസ് ഫാൻറ്റാസ്റ്റിക്. അപ്പോഴേക്കും ഡിഫൻഡർമാരൊക്കെ ഉണ്ട് ആ ബോക്സിൽ. യാസർ ഇബ്രാഹിം ഉണ്ട് അവിടെ ആ ബോക്സിൽ. യാസർ ഇബ്രാഹിമിൻ്റെ ഹെഡർ വാസ് ടോപ്പ് ക്ലാസ് ഹെഡർ. പക്ഷേ അവിടെ ലിസാൻഡ്രോ മാർട്ടിനസ് എന്ത് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഫ്ലാറ്റ് ഫുട്ടഡ് ആയിട്ട് ആൾ കാര്യമായിട്ട് ജമ്പൊന്നും ചെയ്യാത്തൊരു സാഹചര്യം. അവിടെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു ഏരിയയിൽ അവിടെ ഒരു വൾണറബിലിറ്റി അവരത് എക്സ്പോസ് ചെയ്യുന്നു, അവരത് ഗോളാക്കുന്നു. 1-0 ലീഡ്. അർജൻറ്റീന ഈ വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ ആദ്യമായിട്ട് പുറകിൽ പോകുന്ന ചിത്രം നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ പുറകിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറകിൽ പോയിരിക്കുകയാണ്. പിന്നെ ഇനി റെസ്പോണ്ട് ചെയ്യണം അല്ലേ. വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ ഈ സിസ്റ്റത്തിൽ ആര് വിട്ട് പ്രൊവൈഡ് ചെയ്യും? ഫുൾ ബാക്കുകൾ വിട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ വിങ്ങർമാരില്ല അല്ലേ, വിങ്ങർമാരില്ലാത്ത രീതിയിലാണ് കളിക്കുന്നത്. അപ്പോൾ ടഗ്ലഫിയൊക്കെ കാണാൻ വിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. മൊലീനയെ സംബന്ധിച്ചുള്ള അത്തരത്തിലുള്ള അറ്റാക്കിംഗ് റണ്ണുകളോ കാര്യങ്ങളോ നടത്തുന്നുണ്ടായിരുന്നില്ല. ടഗ്ലഫിയൊക്കെ ആ രീതിയിലുള്ള റണ്ണുകൾ നടത്തുന്നുണ്ടായിരുന്നു. ടഗ്ലഫിയൊക്കെ അത്തരത്തിലൊരു റണ്ണ് എൻസോ ഫെർണാണ്ടസ് നല്ല രീതിയിലാണ് പിക്ക് ചെയ്യുന്നു. ടഗ്ലഫിയൊക്കെ ഹസൻ, അതായത് ഫുൾ ബാക്ക് ജമ്പ് ചെയ്യുന്നു എൻസോ ഫെർണാണ്ടസിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹസനാണ് ട്രാക്ക് ബാക്ക് ചെയ്യുന്നത്. ഹസൻ ഫൗൾ ചെയ്യുന്നു. ടഗ്ലഫിയൊക്കെ പെനാൽറ്റി കിട്ടുകയാണ്. അതാണ് മെസ്സി ഗോളാക്കി മാറ്റാൻ സാധിക്കാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അഗെയിൻ അവിടെ നിന്ന് പാനിക്കൊന്നും ആയിട്ടില്ല അർജൻറ്റീന. അവരുടെ ഒരു സെൻട്രൽ പ്രോഗ്രഷൻ കൂടെ കളിക്കാൻ ശ്രമിക്കുന്നു. അവർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചാൻസുകൾ വരുന്നുണ്ടായിരുന്നു വെച്ചാൽ ക്രോസിലൂടെയായിരുന്നു. അതായത് ഫസ്റ്റ് ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി വരുന്നത് മെക്കാലിസ്റ്ററിൻ്റെ ഹെഡർ, മെക്കാലിസ്റ്റർ ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഡിപ്പോൾ റൈറ്റ് സൈഡിലാണല്ലോ ഡിപ്പോൾ കളിക്കുന്നത്. ഡിപ്പോളിൻ്റെ നല്ലൊരു ക്രോസ് നമ്മൾ കാണാണ്. ഡിപ്പോളാണ് വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊലീനേക്കാൾ കൂടുതൽ വിട്ട് ഡിപ്പോളാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാവിൽ. ഡിപ്പോളുടെ ക്രോസ് വാസ് ഫാൻറ്റാസ്റ്റിക്. മെക്കാലിസ്റ്ററിൻ്റെ ഹെഡർ വാസ് ഫാൻറ്റാസ്റ്റിക്. പക്ഷേ അത് സ്ട്രേറ്റ് ടു കീപ്പറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ അതൊരു ഫാൻറ്റാസ്റ്റിക് റിയാക്ഷനാണ് ഷൊബേറിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഗ്രേറ്റ് സേവ്.
അപ്പോൾ അപ്പം തന്നെ ചിലപ്പോൾ അർജൻറ്റീന ആരാധകരുടെ മനസ്സിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കും ഇത് വൺ ഓഫ് ദോസ് ഡേയ്സ് ആണോ കീപ്പറിൻ്റെ ഒരു ഗ്രേറ്റ് ഗെയിമായിട്ട് പണി കിട്ടാനുള്ളൊരു ദിവസമാണോ എന്നുള്ള തോന്നലൊക്കെ മനുഷ്യന്മാരുടെ മനസ്സിലൂടെ പോയിട്ടുണ്ടായിരിക്കണം, പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ ആരാധകരുടെ മനസ്സിലൂടെ. ആ ഒരു അവസരത്തിൽ മറ്റൊരു ചാൻസ് കൂടെ അവർ ക്രിയേറ്റ് ചെയ്യണം, ഫാൻറ്റാസ്റ്റിക് ചാൻസ്. പാരഡൈസ് ആണെന്ന് തോന്നുന്നു, ലോങ് ഡയഗണൽ കൊടുക്കുകയാണ് ലെഫ്റ്റ് സൈഡിലേക്ക്. പാരഡൈസ് വാസ് ബ്രില്യൻറ്റ് വൺസ് അഗൈൻ മാൻ, വാട്ട് എ പ്ലെയർ. അപ്പോൾ അതിൽ തഗ്ലഫിയക്കയുടെ റണ്ണ്, ആ ചാനലിലേക്കുള്ള റണ്ണ് ഫാൻറ്റാസ്റ്റിക് റണ്ണാണ്, ലങ് ബസ്റ്റിംഗ് റണ്ണാണ്, വിട്ട് ചങ്ങയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൾ ഫസ്റ്റ് ടൈമിൽ ആ ബോൾ തന്നിലേക്ക് താഴോട്ട് ഇറങ്ങി വരുന്നു, ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട് ആൾ, കട്ട് ബാക്ക് കൊടുക്കുകയാണ് ആർക്ക്, ഹൂലിയൻ അൽവാരസ് അത് മീറ്റ് ചെയ്യുന്നു. ഫാൻറ്റാസ്റ്റിക് ഫസ്റ്റ് ടൈം എഫേർട്ടാണ്. പക്ഷേ അവിടെ ഷുബേർ ഡൈവ് ചെയ്ത് സേവ് ചെയ്യണം മാൻ, വാട്ട് എ സേവ് ഓഫ് ദ മാച്ച്. പെനാൽറ്റി പോലും അല്ല, സേവ് ഓഫ് ദ മാച്ച്, അതാണ് സേവ് ഓഫ് ദ മാച്ച്. അപ്പോൾ ആ രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ എന്താണ് ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. അർജൻറ്റീന സംബന്ധിച്ചിടത്തോളം എന്താണ് പ്ലാൻ ബി എന്നുള്ളതായിരുന്നു മനുഷ്യന്മാരുടെ മനസ്സിലൂടെ കടന്നു കൊണ്ടായിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. നീക്കോ പാസിനെ പോലെയുള്ള ടാലൻറ്റഡ് ഫുട്ബോളർ ഉണ്ട് അവിടെ, വാലന്റീൻ ബാർക്കിനെ പോലെ ആ ഒരു എനർജി കൊടുക്കാൻ പറ്റുന്നുള്ള ചങ്ങായുണ്ട്, ആരെ കൊണ്ടുവരും? അൽമാദ ഉണ്ട്, പക്ഷേ അൽമാദയൊന്നും കഴിഞ്ഞ മത്സരത്തൊന്നും ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ള തോന്നലായിരുന്നു. പക്ഷേ സ്കാലോനി കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തിയിട്ടില്ല. യെസ്, ഈ പ്ലെയേഴ്സ് പണി ചെയ്യും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഡിഫൻസിലുള്ള ആ ഒരു പ്രശ്നം അത് ശരിക്കും ഈജിപ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈജിപ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതായത് ഇതിനിടയിൽ ഈജിപ്ത് ആണെങ്കിൽ അഷൂറിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഹാഫ് ടൈം ആയപ്പോൾ തന്നെ. കാരണം വെച്ചാൽ അഷൂറിന് ആ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സാരത്തിൽ തന്നെ ഹാംസ്ട്രിങ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. അഷൂർ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഈജിപ്തിനെ സംബന്ധിച്ചോളം. അങ്ങനെ ഫാറ്റി വന്നിട്ടുണ്ടായിരുന്നു ഈജിപ്തിന്. എന്തായാലും അർജൻറ്റീന ഈക്വലൈസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ കാര്യമായിട്ടുള്ള ഓപ്പണിംഗ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ലിസാൻഡ്രോ മാർട്ടിനസ് ആ ഒരു ഈജിപ്തിൻ്റെ ആ ഒരു കോൺഫ്ലാഗിൻ്റെ ആ ഒരു ഏരിയയിൽ പൊസിഷൻ നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ ആദ്യം കരുതുന്നത്. കാരണം വെച്ചാൽ ഒരു ചാലഞ്ച് ഈജിപ്ഷ്യൻ പ്ലെയറിൻ്റെ അടുത്ത് വരുന്നു, ലിസാൻഡ്രോ മാർട്ടിനസ് വീഴുന്നുണ്ട് ഫൗൾ എന്ന രീതിയിൽ. അപ്പോൾ പിന്നെ എന്താണ്, ഹൂലിയൻ അൽവാരസ് ഹസൻ്റെ പുറകിലൂടെയുള്ള ഓട്ടം തുടങ്ങി. ഹസനാണ് ബോൾ പിക്ക് ചെയ്യുന്നത്. ഹസൻ ട്രിക്കി പ്ലെയറാണ്. യെസ്, ഈ മത്സരത്തിൽ പെനാൽറ്റി കൺസിഡർ ചെയ്തെങ്കിൽ പോലും ആ ഒരു വൈഡ് ഏരിയയിൽ ശരിക്കും ത്രെട്ട് പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫാൻറ്റാസ്റ്റിക് ഡ്രിബ്ലറാണ്. അപ്പോൾ ഹൂലിയൻ അൽവാരസ് ആളും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. നോ ഐഡിയ, നോ രക്ഷ, ആളതുമായിട്ട് പോകുന്നു. അപ്പോൾ ഈജിപ്തിൻ്റെ ഒരു കൗണ്ടർ അറ്റാക്കാണ്. വൾണറബിളാണ് അർജൻറ്റീന ഡിഫൻസിൽ. കാരണം വെച്ചാൽ ഒരു ഡിഫൻഡറാണ് അവിടെ വീണ് കിടക്കുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനിടയിൽ ടാഗ്ലഫിയോക്കും ഫിസിക്കലി അവിടെ ഡ്യൂല് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഹസൻ അത് സലയ്ക്ക് കൊടുക്കുന്നു. സലയുടെ പിന്നെയുള്ള ക്ലെവർ പാസ് ലെഫ്റ്റിലൂടെ സീക്കോ ഓടി വരുന്നുണ്ട്. സീക്കോ ഒക്കെ ഡിഫെൻസീവ്ലി കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. ഗ്രേറ്റ് ഫൈറ്റിംഗ് സ്പിരിറ്റാണ് ഈജിപ്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനൊക്കെ ഒരു രക്ഷയില്ലാത്ത കൈ കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ അവിടെ ഡിപ്പോൾ ഈ സീക്കോയുടെ കൂടെ ഉണ്ട്. പക്ഷേ ഡിപ്പോൾ ഇനഫ് അവിടെ ആ ഒരു ഹാർട്ട് കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ്. സീക്കോയുടെ കൂടെ ഓടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സലയുടെ പാസ്, അതായത് എന്താ പറയുക, ഡിമറിയസ്ക് കൈൻഡ് ഓഫ് ഗോളാണ് അർജൻറ്റീന കഴിഞ്ഞ ഫൈനലിൽ അടിച്ചിട്ടുണ്ടായിരുന്ന തരത്തിലൊരു ഗോളാണ് അവിടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എമി മാർട്ടിനസ് ദിബു കയറി വന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സീക്കോ ഫാൻറ്റാസ്റ്റിക് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ഷോട്ടൂരി സെലിബ്രേറ്റ് ചെയ്യാണ്. അതിന് ഷോട്ടൂരി സെലിബ്രേറ്റ് ചെയ്ത യെല്ലോ കാർഡ് കൊടുക്കേണ്ട തരത്തിൽ സംഭവമാണ്. അവിടെ റെഫർ ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ആലോചിക്കുക, ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം, ആ നേഷനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലാദ്യമായിട്ട്, വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് അവർ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടന്നിട്ടുള്ള സാഹചര്യത്തിൽ വേൾഡ് ചാമ്പ്യന്മാരുള്ള അർജൻറ്റീനയ്ക്കെതിരെ റൗണ്ട് ഓഫ് 16 2-0 ലീഡിലേക്ക് കടക്കുന്നൊരു സാഹചര്യം സെലിബ്രേറ്റ് ചെയ്യുന്നു. അവിടെയാണ് വി ആർ ഇടപെട്ടിട്ട് അവിടെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ അവിടെയുള്ള ആ ഒരു ഇൻസിഡൻറ്റിൽ അവിടെ ഫൗൾ ഉണ്ടെന്ന് കണ്ടെത്തുന്നു. 17 സെക്കൻഡുകൾ, ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 16-17 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഗോൾ പിറക്കുന്നത് എന്നുള്ള ഓർക്കണം. ഡിസലോ ചെയ്യുന്നു, 1-0 മടങ്ങുന്നൊരു കാര്യങ്ങളാണ്. ഈ കോൺട്രവേഴ്ഷ്യൽ ഡിസിഷനെക്കുറിച്ചൊക്കെ നമ്മൾ അവസാനമാണ് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ അഭിപ്രായം ഞാൻ പറയും, അല്ലാതെ നമ്മളൊരു എക്സ്പേർട്ടല്ല, അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. ഒരു ഫാൻ എന്ന രീതിയിൽ, ഫുട്ബോൾ ഫാൻ എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ്. എനിവേ, അതൊരു ലക്കി ബ്രേക്ക് ആയിരുന്നു അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം. അത് ബ്ലേറ്റൻ ഫൗളാണെന്നുള്ള വാദമുള്ള ആളുകളുണ്ട്. അത് എന്താണ്, അവിടെ ഈജിപ്ത് റോബ്ഡാണെന്ന് പറയുന്ന ആളുകളുണ്ട് അഗെയിൻ. പക്ഷേ ഈ വാർണിംഗ് സൈൻ കിട്ടിയിട്ടും അർജൻറ്റീനയുടെ ഡിഫൻസിൽ വലിയ മെച്ചോ, അവരുടെ റെസ്റ്റ് ഡിഫൻസിൽ, അതായത് റെസ്റ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അറ്റാക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ എത്ര പേര് ആ ഒരു ഡിഫൻസിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്, കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്നവരുണ്ടെന്നുള്ളതാണ്. അവരുടെ ആ റെസ്റ്റ് ഡിഫൻസിൻ്റെ ഷേപ്പ് പ്രശ്നമായിരുന്നു. ഇനഫ് റണ്ണിങ് പവർ ഇല്ലാത്തവരായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അവിടെ അർജൻറ്റീനയുടെ ഒരു കോർണറിൽ നിന്നാണ് ഇതേ സീക്കോ ഗോൾ അടിക്കുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ അർജൻറ്റീന സബ്ബുകളൊക്കെ വരുത്തി ഉടനെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അതായത് ലൗത്തോറോ മാർട്ടിനസിനെ കൊണ്ടുവരുന്നു ഡിപ്പോളിന് പകരമായിട്ട്. ഡിപ്പോളിനെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡിപ്പോൾ അത്ര നല്ല രീതിയിലല്ല കളിക്കുന്നുണ്ടായിരുന്നത്. നിക്കോ ഗോൺസാലസിനെ കൊണ്ടുവരുന്നു. ഒരു
ഒരു വിങ് ടൈപ്പായിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ അഗെയിൻ അത്ര ക്വാളിറ്റി വിങ്ങറല്ല. പക്ഷേ ആ ഒരു എന്താണ് ചാനൽ റണ്ണ് നടത്തും, അല്ലെങ്കിൽ വിട്ട് പറയാൻ പറ്റിയ തരത്തിലുള്ള ചങ്ങാനെ ലെഫ്റ്റ് സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് തഗ്ലഫീഖിനെ പിൻവലിച്ചിട്ട്. കാരണം അതൊരു ഗാമ്പിളാണ്. കാരണം ലെഫ്റ്റ് ബാക്കിന് പിൻവലിച്ചിട്ട് നിക്കോ ഗോൺസാൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൾക്ക് ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റും, പക്ഷേ ആളുടെ പണി എന്താണ് കൂടുതലും അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അർജൻറ്റീന ആ ഒരു ഗാമ്പിൾ, ലിയോണൽ സ്കലോനി ആ ഗാമ്പിൾ എടുക്കുകയാണ്. ആ ഗാമ്പിൾ എടുത്തിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ രണ്ടാമത്തെ ഗോൾ അവർ കൺസിഡർ ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് 67ാമത്തെ മിനിറ്റിലാണ് ആ ഗോൾ പറക്കുന്നത്. അർജൻറ്റീനയുടെ കോർണർ ക്ലിയർ ചെയ്ത സാഹചര്യത്തിൽ പിന്നെ മുഹമ്മദ് സലാ ആ ഒരു അറ്റാക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നടത്തുകയാണ്. ആളടുത്തേക്ക് ഓടി വരുന്നുണ്ട് അർജൻറ്റീൻ പ്ലെയർ. പക്ഷേ എനിക്കൊന്ന് പരഡസാണ് ഓടി വന്ന് ആളെ ഫൗൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ടാക്ടിക്കൽ ഫൗൾ നടത്താൻ അർജൻറ്റീനയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈവൻ ആ ഒരു ഡിസലോഡ് ഗോളിലും ടാക്ടിക്കൽ ഫൗൾ നടത്താൻ അവർക്ക് സാധിച്ചില്ല. അതിലേക്ക് നമുക്ക് വരാം. എനിവേ ഇവിടെ പിന്നെ സലാ ഒരു സ്ട്രെങ്ത്ത് കാഴ്ചവെക്കുന്നുണ്ട്. ആൾ ഫിസിക്കലി ആളുടെ അടുത്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കണം. സ്ട്രെങ്ത്ത് കാഴ്ചവെക്കുന്നത് മാത്രമല്ല ഹസൻ്റെ റണ്ണിങ് എബിലിറ്റീന് അവിടെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. ഹസന് പാസ് കൊടുക്കണം. ഹസനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഹസൻ്റെ ആ ഒരു കട്ട് ബാക്ക് വാസ് ഫാൻറ്റാസ്റ്റിക്. അതോടൊപ്പം തന്നെ സീക്കോയുടെ റണ്ണ്, ലിസാൻഡ്രോ മാർട്ടിനസ് അഗെയിൻ ഈ ഗോളിലും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു അവയർനെസ് ഇല്ലായ്മ നമ്മളവിടെ കൃത്യമായിട്ട് കാണുകയാണ്. സീക്കോയുടെ റണ്ണ് പുള്ളി കണ്ടുപോലും ഇല്ല എന്നുള്ളതാണ്. സീക്കോയുടെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് റണ്ണും ഫാൻറ്റാസ്റ്റിക് ഫിനിഷും ഇത്തവണ ആ ഗോള് അലോ ചെയ്യുകയാണ്. അതായത് ആളുടെ സെലിബ്രേഷൻ തന്നെ ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഈജിപ്ത് വെരി വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആ ഒരു സെക്കൻഡ് ഗോൾ അടിക്കുകയാണ്. അത് 100% ഡിസേർവിംഗ് ആയിട്ടുള്ള ആ ഒരു സെക്കൻഡ് ഗോളാണ്. ആ സെക്കൻഡ് ഗോൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഗോളായിരുന്നു. അപ്പോൾ അങ്ങനെ 2-0 ലീഡ് ഈജിപ്തിന് ഇട്ടിരിക്കുകയാണ്. അവർ ആ ഒരു മെമ്മറബിൾ ആ ഒരു റിസൾട്ട് നേടിയെടുക്കുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 67 മിനിറ്റായി, ഹൈഡ്രേഷൻ ബ്രേക്കൊക്കെ കഴിയുന്നു. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചേഞ്ച് കൂടി വരുത്തിയിട്ടുണ്ടായിരുന്നു. മൊളീനെ പിൻവലിച്ചിട്ട് മോണ്ടിയലിനെ കൊണ്ടുവരുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ഈജിപ്തും ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഹസനെ പിൻവലിച്ച് ട്രെസഗേനെ കൊണ്ടുവരുന്നു. പ്രീമിയർ ലീഗൊക്കെ കളിച്ചുള്ള ആളാണ് ട്രെസഗെ എന്നുള്ളത് ഓർക്കണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ സംഭവം നടക്കുകയാണ്. അങ്ങനെ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. 2-2 ലിയോ മെസ്സി അതായത് അയാളുടെ ബീസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ കണ്ടിരിക്കുകയാണ്. ആ 78 മിനിറ്റ് മുതലുള്ള അർജൻറ്റീനയുടെ പ്രകടനം, അർജൻറ്റീന മെൻറ്റാലിറ്റി, ലിയോ മെസ്സിയുടെ ആ ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ സാധനമായിരുന്നു. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കംബാക്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ് കപ്പാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഗ്രേറ്റ് കംബാക്ക്. ഓഫ് കോഴ്സ് ഈ കംബാക്ക് അതേക്കുറിച്ച് ആളുകൾ കൂടുതൽ സംസാരിക്കുന്നില്ല. കാരണം വെച്ചാൽ ആ കോൺട്രവേഴ്സിയുടെ ആ വല്ലാത്ത രീതിയിലുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അർജൻറ്റീന ലാസ്റ്റ് 15 മിനിറ്റ്സ് കാഴ്ചവെച്ചിട്ടുള്ള ആ പ്രകടനം ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത പെർഫോമൻസാണ്. അത് എളുപ്പമുള്ള സംഭവമല്ല. പക്ഷേ അതിനെ ചുക്കാൻ പിടിക്കുന്നത് ലിയോണൽ മെസ്സി ആയതുകൊണ്ട് ദാറ്റ് വാസ് ഫാബുലസ്. അപ്പോൾ അതിൽ തന്നെ പിന്നെ ഈജിപ്തിനെ കുറിച്ച് സംസാരിക്കണം. ഈജിപ്ത് സിറ്റ് ബാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ ലിയോ റൈറ്റിലേക്ക് നീങ്ങിയത് പിന്നെ അവർക്ക് തടയാൻ സാധിക്കില്ല. അവിടെ നിന്ന് വരുന്ന ത്രെട്ടിനെ അവർക്ക് നെഗേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ വളരെ ക്ലെവറായിട്ടാണ് ലിയോ ആ റൈറ്റിലേക്ക് നീങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഡിമറി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണ് മൂന്നാമത്തെ ഗോളിൽ കോൺട്രവേഴ്സിനെ കുറിച്ച് സംസാരിക്കണം. പക്ഷേ മൂന്നാമത്തെ ഗോളിലുള്ള ഈജിപ്തിൻ്റെ ഡിഫെൻസീവ് ഷേപ്പ് നിങ്ങൾ കണ്ടോ? യെസ്, അവർ അറ്റാക്ക് ചെയ്യുകയാണ്. അവർ സത്യം പറഞ്ഞാൽ അവിടെ 2-2 ആയിട്ടുള്ള സാഹചര്യത്തിൽ യെസ് അവരുടെ കിളി പോയിട്ടുണ്ടായിരുന്നു. കിളി പോയതുകൊണ്ടാണ് ആ കപ്പിച്ചുലേഷൻ സംഭവിക്കുന്നത്. 2-2 ആയപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരിൽ പലരും ആ ഗ്രൗണ്ടിൽ വിചാരിച്ചത് കളി നമ്മൾ ജയിച്ചു എന്നുള്ള രീതിയിലായിരിക്കണം. അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ മെൻ്റലി അവർക്ക് ഒരു അടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലിയോ മെസ്സിയുടെ ആ ഒരു സ്ട്രൈക്ക് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം അവർ ആ വിന്നിംഗ് ഗോളിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ആ വിന്നിംഗ് ഗോളിനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു സലേനെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ അദ്ദേഹത്തിന് ഒരു സർജ് നടത്താനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പാരഡൈസിനെ ചങ്ങായി ഫൗൾ ചെയ്യുന്നു. യെസ്, പലരും വിചാരിക്കുക ഈ വല്ലാത്ത രീതിയിൽ കണ്ണിലൂടെ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അതും ഫൗളല്ല എന്നുള്ള രീതിയിൽ ആളുകൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ അഗെയിൻ അത് ഫൗളായിരുന്നു. അവിടെ കോൺടാക്റ്റ് ഉണ്ട്, അത് ഫൗളാണ്. അതേപോലെ തന്നെ മറ്റൊരു അവസരം ഇതേപോലത്തെ കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോ ആണ്. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം 2-2 നിൽക്കുകയാണ്. 2-2 നിൽക്കുന്ന സാഹചര്യത്തിൽ അവരാ ഒരു വിന്നിംഗ് ഗോളിനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അവരും ആ ഒരു കാംനെസ് ഇല്ല, അവർക്കും ആ ഒരു കാംനെസ് ഇല്ല. കാരണം വെച്ചാൽ വല്ലാത്തൊരു മൂഡിലാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ അഗെയിൻ ഒരു കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോ സംഭവിക്കുകയാണ്. 3v1 സിനാരിയോ. ആകെ ഒരു പാരഡസ് 3v1 സിനാരിയോ. അവിടെ സലയുടെ അടുത്തുനിന്ന് ബോൾ മർമൂഷ് എടുത്തു. അപ്പോഴേക്കും മർമൂഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മർമൂഷിന് ഈ ടൂർണമെൻറ്റ് അത്ര നല്ല ടൂർണമെൻ്റ് ഒന്നല്ല. സലയുടെ അടുത്ത് മർമൂഷ ബോൾ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് സല അവിടെ ബെറ്റർ ഡിസിഷൻ എടുത്തേനെ എന്നുള്ളതാണ്. ലെഫ്റ്റിൽ ആളുണ്ട്, റൈറ്റിൽ ആളുണ്ട്.
3v1 സിനാരിയോ. ആ 1 എന്ന് പറഞ്ഞാൽ പാരഡസാണ്. പാരഡസിൻ്റെ ആ കാല് നീട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഇൻ്റർസെപ്ഷൻ ഉണ്ട്. അതായത് മർമൂഷിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ കറക്റ്റ് റീഡ് ചെയ്യാൻ പാരഡസിന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു ഇൻ്റർസെപ്ഷൻ നടത്തുക, അതിൻ്റെ ബോളുമായിട്ട് ചങ്ങായി തന്നെയാണ് മുമ്പോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അത് എമി മാർട്ടിനസിൻ്റെ ഫൈനലിൽ ഫ്രാൻസിനെതിരെ നടത്തിയുള്ള ആ ഒരു സേവിന് തുല്യമായിട്ടുള്ള തരത്തിലുള്ളൊരു സാധനമാണ്. അവിടെ ആ പാസ് പോയിരുന്നെങ്കിൽ അതൊരു ഗോളാകുമായിരുന്നു. 3-2 എന്നുള്ള സ്കോർ ലൈനിന് ഈജിപ്ത് വിജയിക്കേണ്ട തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുമായിരുന്നു. ഇഞ്ചുറി ടൈമിലാണ് അത് സംഭവിക്കുന്നത്. അർജൻറ്റീന മത്സരത്തിൽ തിരിച്ചു എന്നുള്ള സാഹചര്യത്തിലാണ്. അഗെയിൻ അർജൻറ്റീനയുടെ ഡിഫൻസിലുള്ള പ്രശ്നം, ട്രാൻസിഷനിലുള്ള ഡിഫെൻഡിങ്ങിൻ്റെ പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ റിക്കവറി പേസ് ഇല്ല മിഡ്ഫീൽഡിൽ പലർക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് അവിടെ പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പാരഡൈസിൻ്റെ ടാക്കൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു. ഞാൻ പറഞ്ഞല്ലോ അഗെയിൻ അത് മർമൂഷ് സാലിൻ്റെ അടുത്ത് ബോൾ എടുത്തില്ലായിരുന്നെങ്കിൽ സാല ചിലപ്പോൾ ബെറ്റർ ഡിസിഷൻ എടുത്തേനെ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പാരഡൈസിനെ നോക്കുന്നുണ്ട്, തൻ്റെ ഇടത്തേക്കും വലത്തേക്കും ഒരുത്തരുമില്ല. ഈജിപ്തിൻ്റെ പ്ലേയേഴ്സാണ് വരുന്നത്. പക്ഷേ സ്റ്റിൽ ആൾ ആ ഗാമ്പിൾ എടുക്കാൻ ശ്രമിക്കുന്നു. ആ ഇൻസ്റ്റിങ്ക്റ്റ് അവിടെ അത് വർക്കാന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോസ് ബോക്സിലേക്ക് അഗെയിൻ ഈജിപ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈജിപ്തിൻ്റെ ഒരു ക്രോസ് ബോക്സിലേക്ക് വരുന്നു, അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് മക്കാലിസ്റ്ററിൻ്റെ ആ ഒരു സംഭവം നടക്കുന്നത്. എനിക്കൊന്ന് ഫാത്തിയുമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ആരാണെങ്കിലും ഈജിപ്ഷ്യൻ പ്ലെയറുമായിട്ടുള്ളത് അതൊരു കോൺട്രവേഴ്ഷ്യൽ സാധനമാണ്. അതേപോലെ തന്നെ സാലയിലേക്ക് ബോൾ എത്തുന്ന കാര്യത്തിൽ സാല അൽവാരസിനെ മറികടന്ന് പോകാനുള്ള ശ്രമമാണ് ബോക്സിൽ നടത്തുന്നുണ്ടായിരുന്നത്. പക്ഷേ അവിടെ അൽവാരസ് അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നു, ക്ലീനായിട്ട് ബോൾ വിൻ ചെയ്യുന്നു. യെസ്, അതിനുശേഷം ഒരു കോൺടാക്റ്റ് നടക്കുന്നുണ്ട്. അതിനുശേഷം അൽവാരസ് ആ ബോൾ ഡയഗണൽ കൊടുക്കുകയാണ് ലൗതാറോ മാർട്ടിനസിലേക്ക്, റൈറ്റ് സൈഡിലേക്ക്. അവിടെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫെൻഡിങ് ഓഫുള്ളാണ്. അതായത് ഒന്ന് ഫറ്റീഗ് പ്രശ്നമായിട്ടുണ്ടാകും, കാരണം ഒരു അത്തരത്തിലുള്ള ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള മത്സരമാണ്. കാരണം അത്തരത്തിലുള്ള കോൺസെൻട്രേഷൻ അവർക്ക് വേണ്ടി വന്നിരുന്നു ഡിഫെൻഡ് ചെയ്യാനൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ലീഡ് ഇവാപ്പറേറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചോളം അത് മെൻ്റലി അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ഷേ സ്റ്റിൽ ആ രീതിയിൽ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു കോച്ചിങ് ബ്ലണ്ടർ കൂടിയാണ് ആ അവസരത്തിൽ എന്നുള്ളതാണ്. 2v2 ആയിരുന്നു. ലൗതാറോ മാർട്ടിനസ് നോക്കുന്നു, ഈജിപ്തിൻ്റെ പ്ലേയേഴ്സൊക്കെ ബോൾ വാച്ചിങ് ആണ്. ബോക്സിൽ എൻസോ ഫെർണാണ്ടസ് ആണുള്ളത്. എൻസോ ഫെർണാണ്ടസ് ഈ അൽവാരസ് ആ ബോളുമായിട്ട് മുമ്പോട്ട് വരുന്ന സാഹചര്യത്തിൽ തന്നെ റൺ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ യാസിർ ഇബ്രാഹിം മാത്രമാണുള്ളത് ബോക്സിൽ. ഒരു പ്ലെയർ, ഒരു ഡിഫൻഡർ ലൗതാറോ മാർട്ടിനസിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓടി വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർ ബ്ലാക്ക് ഔട്ട് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്രോസ് വരുന്നത് ലൗതാറോ മാർട്ടിനസിൻ്റെ ക്രോസ് വാസ് ഫാന്റാസ്റ്റിക്. എൻസോ ഫെർണാണ്ടസിൻ്റെ ഹെഡർ, യാസിർ ഇബ്രാഹിം അഗെയിൻ അവിടെ ഫോൾട്ടിലാണ്. യാസിർ ഇബ്രാഹിം ആയിരുന്നു ഹീറോ ആകേണ്ടിയിരുന്നത്. പക്ഷേ കുട്ടിറമയുടെ ഗോളിലും എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോളിലും ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ. ഹെഡർ വാസ് ഗ്രേറ്റ് മാൻ. മുസ്തഫ അഹമ്മദ് ഷൊബൈർ എന്ന് പറയുന്ന കീപ്പർ അമ്മാതിരി ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആൾക്കൊരു ചാൻസ് ഇല്ലാണ്ട് ആ ഫാർ പോസ്റ്റിൻ്റെ അടുത്തേക്കുള്ള ഒരു ഹെഡർ കൊണ്ടല്ല, ക്ലാസ് ഹെഡർ മാൻ, ക്ലാസ് ഹെഡർ. ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ് എത്ര നാളെ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വാട്ട് എ ഹെഡർ മാൻ, വാട്ട് എ ഹെഡർ. 3-2 ജയിക്കുകയാണ്. ഒട്ടമിൻ്റെയൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സാഹചര്യമായിരുന്നു. എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് വാസ് ക്ലാസ് മാൻ. വാട്ട് എ കം ബാക്ക്, വാട്ട് എ കം ബാക്ക്. 78 മിനിറ്റ് ക്ലോക്കിലുള്ള സമയത്ത് 2-0 പുറകിലാണ്. അവിടെ നിന്നാണ് 3-2 കം ബാക്ക് ഇഞ്ചുറി ടൈമിൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഗ്രേറ്റ് സ്റ്റോറി, ഫാൻറ്റാസ്റ്റിക് സ്റ്റോറി. അപ്പോൾ ഈ കംബാക്കിനെ കുറിച്ചായിരിക്കണം കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഒബ്വിയസ്ലി കോൺട്രവേഴ്സീസ്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞ പോലെ കോൺട്രവേഴ്സികൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. 64% പൊസിഷനായിരുന്നു അർജൻറ്റീനയ്ക്ക് ഉണ്ടായിരുന്നത്. 19 അറ്റംപ്റ്റുകൾ അവർ നടത്തുന്നു, 7 അവർ ടാർഗറ്റിലേക്ക് അടിക്കുന്നു. അതിൽ 6 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, 4 അവർ മിസ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് ഷൊബൈ ഒരു ഫാന്റാസ്റ്റിക് സേവും കാര്യങ്ങൾ പുള്ളി ചെയ്തിരുന്നു. 36% പൊസിഷൻ വെച്ചുകൊണ്ട് ഈജിപ്ത് വെറും 0.89 XG വെച്ചുകൊണ്ട് അവർ 2 മനോഹരമായിട്ട് ഗോൾ അടിക്കുന്നു. ഒരു ഡിസലോഡ് ഗോൾ ഉണ്ടായിരുന്നു. 5 ഷോട്ടുകൾ മാത്രമേ അവർ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഡിസിപ്ലിൻഡ് പെർഫോമൻസ് ആയിരുന്നു 78 മിനിറ്റ് വരെ ഈജിപ്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. അതിനുശേഷം അവരുടെ കപ്പിച്ചുലേഷനാണ്. അവർക്ക് സത്യം പറഞ്ഞാൽ ഈജിപ്തിനെ സംബന്ധിച്ചോളം ഈജിപ്തിന് ബ്ലെയിം ചെയ്യേണ്ടത് അവരെ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, മാച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള നമ്മുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു റീസണുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. അത് കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സ്പോർട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആ രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇനി ജെന്വിനായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാൻ പോവുകയാണ് ഓരോ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടും. ഇത് കുറച്ച് സമയം പിടിക്കാൻ സാധ്യതയുണ്ട്. എനിവേ, ആദ്യത്തെ ഇൻസിഡൻറ്റ് ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഗോൾ, ആ ഫൗൾ, സീക്കോയുടെ ഫസ്റ്റ് ഗോൾ, അത് ഡിസോൾ ചെയ്യാൻ പാടുണ്ടായിരുന്നു. അതായത് 1-0 നിൽക്കുന്ന സാഹചര്യത്തിലാണ് സീക്കോയുടെ ആ ഗോള് പറയുന്നത്. എനിക്ക് 60ാമത്തെ മിനിറ്റിലെങ്ങാനും. അപ്പോൾ അത് 2-0 ആ ഒരു സാഹചര്യത്തിലാക്കേണ്ട തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു.
അതിനുശേഷം അഗെയിൻ അവർ രണ്ടാമത്തെ ഗോൾ അടിച്ചു, വേറെ കാര്യം. പക്ഷെ അവിടെ അത് ഫൗളുണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. അവിടെ ഫൗളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി ഫൗളൊക്കെ ഉണ്ട്. അതായത് ലിസാൻഡ്രോ മാർട്ടിൻസിനെ സ്റ്റോംപ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആളുടെ ജേഴ്സി പിടിക്കുന്നുണ്ട്. സ്റ്റോംപാണ് അവിടെ ഒരു മെയിൻ ഫൗൾ എന്ന രീതിയിൽ കണക്കാക്കുന്ന തരത്തിലുള്ള സംഭവം. പക്ഷേ അതിനുശേഷം പിന്നെ ഹൂലൻ അൽവാരസിനെ മറികടന്നിട്ട് ഹസൻ പോകുന്നുണ്ട്. ഹൂലൻ അൽവാരസ് ആളിനെ പിടിച്ചിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. തഗ്ലഫിയൊക്കെ ചങ്ങായി മറികടക്കുന്നുണ്ട്. മുഹമ്മദ് സലയിലേക്ക് പാസ് കൊടുക്കുന്നുണ്ട്. മുഹമ്മദ് സല എന്നിട്ട് ആ പാസ് സീക്കോ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഗോൾ പറക്കുന്നത്. യെസ്, അവരൊറ്റ സീക്വൻസിലാണ് അത് സംഭവിച്ചിട്ടെങ്കിൽ പോലും അത് സംഭവിക്കുന്നത് ഈ കോർണർ ഫ്ലാഗിൻ്റെ അടുത്താണ്, ഈജിപ്തിൻ്റെ കോർണർ ഫ്ലാഗിൻ്റെ അടുത്താണ്. അപ്പോൾ എത്ര ദൂരം പുറകോട്ട് പോകാം എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ടെക്നിക്കലി എത്ര ദൂരം വേണമെങ്കിലും പുറകോട്ട് പോകാം, ആസ് ലോങ് ആസ് അതൊരൊറ്റ സീക്വൻസ് ആണെങ്കിൽ. യെസ്, ഇതാണ് റൂള്. ഇത് തന്നെയാണ് ആ റെഫറി ചാനലിലൊക്കെ ആൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പല രീതിയിലും ആളുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ അഭിപ്രായമാണ് പറയാൻ പോകുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ VR ഇടപെടാൻ പാടുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം യെസ്, അവിടെ സ്റ്റോംപ് ഉണ്ട്. VAR ഇടപെട്ട് അത് ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ എന്ന് ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ്. യെസ്, അവരുടെ ഒരു ഡിഫൻഡറിനെയാണ് അവിടെ ഫൗൾ ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിന് ശേഷം നടന്നിട്ടുള്ള ഇൻസിഡൻറ്റ്, ഇപ്പോൾ ഹൂലൻ അൽവാരസിന് വേണമെങ്കിൽ ആളെ ടാക്ടിക്കലി ഫൗൾ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു അവസരം ഉണ്ടായിരുന്നു ആ ഒരു പിന്നെ അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. തഗ്ലഫിയൊക്കെ അവസരം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് സലയിലേക്ക് എത്തുന്നതും സല എന്നിട്ട് ആ പാസ് കൊടുക്കുന്നു, അല്ലേ? ഡിപ്പോളിന് വേണമെങ്കിൽ അവിടെ റണ്ണ് നടത്താമായിരുന്നു. യെസ്, അവിടെ ഒരു ഇൻഫ്രിഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ട് ലിസാൻഡ്രോ മാർട്ടിൻസിൻ്റെ ഏരിയയിൽ. അത് റെഫറി കണ്ടില്ല, അത് റെഫറിയുടെ മിസ്റ്റേക്കാണ്. റെഫറി ഓൺ ഫീൽഡിൽ അത് കണ്ടില്ല, അത് റെഫറിയുടെ മിസ്റ്റേക്കാണ്. യെസ്, റെഫറിമാരുടെ മിസ്റ്റേക്കുകളിൽ എന്താണ് സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ തന്നെയാണ് ടെക്നോളജി യൂസ് ചെയ്യേണ്ടതുള്ളത്. പക്ഷേ അഗെയിൻ ഇവിടെ VAR റെഫറി ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. മാത്രമല്ല അത് VR ഇടപെട്ട് ക്ലിയർ ചെയ്യേണ്ട തരത്തിലുള്ള അത്തരത്തിലൊരു എക്സസീവ് ഫോഴ്സ് അവിടെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം. യെസ്, അവിടെ സ്റ്റോംപ് ഉണ്ട്, ഈവൻ ഷോട്ട് പുൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിലെ അർജൻറ്റീനയുടെ ഗോള്, ലിയോ മെസ്സിയുടെ ഫാൻറ്റാസ്റ്റിക് ഗോളുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ, ആ ഇൻസിഡൻറ്റിൻ്റെ തുടക്കത്തിൽ സ്ലാഗർ തന്നെയായിരുന്നു, സ്ലാഗറുമായിട്ടുള്ള പിന്നെ മെക്കാലിസ്റ്ററിൻ്റെ ഇൻസിഡൻറ്റ്, അതും വേണമെങ്കിൽ ഫൗളായിട്ട് കൊടുക്കാൻ പറ്റും. യെസ്, അവിടെ ആൾ ബോൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആളെയും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ അത് നെഗ്ലിജിബിൾ ആയപ്പോൾ തന്നെ ഇതും വേണമെങ്കിൽ അവർക്ക് ആ രീതിയിൽ കണക്കാക്കാമായിരുന്നു എന്നുള്ളതാണ്. യെസ്, റൂൾ ബുക്സ് പ്രകാരം അവിടെ ഫൗളുണ്ട്. അതുതന്നെയാണ് ഫ്രഞ്ച് റെഫറി സ്ക്രീനിൽ പോയി നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. 17 സെക്കൻഡാണ് ആ ഗോളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 3-4 ഈജിപ്ഷ്യൻ പ്ലേയേഴ്സ് അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. മർവാൻ അറ്റിയയാണ് ലിസാൻഡ്രോ മാർട്ടിൻസിനെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിവേ ടെക്നിക്കലി അത് ഫൗൾ തന്നെയാണ്. പക്ഷേ ഇത്തരം ഇൻസിഡൻറ്റുകളിൽ VR ഇടപെടരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമുള്ളത്, അതെൻ്റെ അഭിപ്രായമാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ അഗെയിൻ റൂൾ ബുക്സ് പ്രകാരം അവിടെ അത് ഫൗളാണ്. പക്ഷേ ഇവിടെ ഇത്തരം ഇൻസിഡൻറ്റുകൾ കൺസിസ്റ്റൻ്റായിട്ട് ഇവർ ചെയ്യുമോ എന്നുള്ളതാണ്, അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. ആ ഇൻകൺസിസ്റ്റൻസി തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു സംഭവം, അല്ലേ? അർജൻറ്റീന ആരാധകർക്ക് തന്നെ നല്ല ഓർമ്മയുണ്ടായിരിക്കും, പരാഗ്വേക്കെതിരെയുള്ള അർജൻറ്റീനയുടെ ക്വാളിഫിക്കേഷൻ മത്സരത്തിനിടയിൽ ലിയോ മെസ്സിയുടെ ഒരു ഗോൾ ഇതേപോലെ ഡിസോൾവ് ചെയ്യുന്നത്. അത് ഓർമ്മയുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബിൽഡപ്പിലുണ്ടായിരുന്ന ആ ഹാഫിലിനടുത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഫൗളിന് എന്താണ് ലിയോ മെസ്സിയുടെ ഗോൾ ഡിസോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു VR ഇടപെട്ടിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ പ്രീമിയർ ലീഗിലെ കാര്യം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസിയുടെ ഫുള്ളമിനെതിരെയുള്ള മത്സരത്തിൽ സീസണിൻ്റെ തുടക്കത്തിൽ ഫുള്ളമിൻ്റെ ഗോൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചലോബയുടെ മേലെ ഫൗൾ നടത്തിയെന്ന് പറഞ്ഞിട്ട്. ഞാനപ്പോഴേ പറയുന്നുണ്ടായിരുന്നു അതൊരു ഗോളായിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു ചെൽസി ഫാനാണ്, അത് ഗോളായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ച പറയുന്നത്. പക്ഷേ അതൊരു ബ്ലേറ്റൻറ്റ് ഫൗളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഇതിനെയും ഞാൻ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് ടെക്നിക്കലി ഫൗൾ ആണെന്നുള്ള വാദമാണ് പിന്നീട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബാഴ്സലോണയുടെ കളി കണ്ട ഒരു ഓർമ്മയുണ്ടായിരിക്കും, ഡാനി ഓൾമോയുടെ ഗോൾ ഡിസോൾവ് ചെയ്തത്. ഇതൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ ഡാനി ഓൾമോയുടെ ഗോളാണോ, ഡാനി ഓൾമോ ഫൗൾ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡാനി ഓൾമോ ആണോ ഫെർമിനാണോ, എന്തായാലും അത്തരത്തിലൊരു ഇൻസിഡൻ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ റെഗുലറായിട്ട് ഇപ്പോൾ നമ്മൾ കുറേ കാണുന്നതാണ്. പക്ഷെ ഇവിടെ സ്വാഭാവികമായിട്ടും എന്താണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഇത് അർജൻറ്റീനൻ ടീമിൽ മാത്രം സംഭവിക്കുന്നു, അവരുടെ ഗെയിമിൽ മാത്രം സംഭവിക്കുന്നതാണ് അവരുടെ ചോദ്യമുള്ളത്. പക്ഷേ ബാക്കിയുള്ള മത്സരങ്ങളിൽ കൂടി സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇനി അടുത്ത സംഭവം മൂന്നാമത്തെ ഗോളിൽ, അർജൻറ്റീനയുടെ മൂന്നാമത്തെ ഗോളിൽ ഉള്ള 2 ഇൻസിഡൻറ്റുകൾ. ഒന്ന് മെക്കാലിസ്റ്ററിൻ്റെ ആ ഒരു ടഗ്, അതേപോലെ തന്നെ ഹൂലിയൻ അൽവാരസിൻ്റെ സലയുമായിട്ടുള്ള ആ ഒരു ഡ്യൂല്. അപ്പോൾ ആദ്യം നമുക്ക് മെക്കാലിസ്റ്ററിൻ്റെ ഇൻസിഡൻറ്റിൽ തുടങ്ങാം. മെക്കാലിസ്റ്ററിൻ്റെ ഇൻസിഡൻറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ബോക്സിനകത്തുള്ള ത്രഷോൾഡ് അല്ല ബോക്സിന് പുറത്ത് ഗ്രൗണ്ടിൻ്റെ മറ്റിടങ്ങളിലുള്ളത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടതുള്ള സംഭവം. അത് ജനറലി ഫുട്ബോൾ
കാണുന്ന ആൾക്കാർക്ക് അറിയുന്നൊരു സംഭവം തന്നെയാണ്. യെസ്, ചില ഡിസിഷൻസ് അതിന് വിപരീതമായിട്ടും സംഭവിക്കാറുണ്ട്, സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെ റെഫറിങ് ഡിസിഷൻസിനെ കുറിച്ച് കൂടുതലും പലപ്പോഴായിട്ട് ചർച്ച ചെയ്യേണ്ട ഘട്ടങ്ങൾ വരുന്നത്. കാരണം ചില ഡിസിഷൻസൊക്കെ പാളിപ്പോവാറുണ്ട്. പ്രത്യേകിച്ച് VR ഉണ്ടായിട്ട് പോലും, ടെക്നോളജി ഉണ്ടായിട്ട് പോലും ടെക്നോളജിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ക്ലൗഡുകളാണ് പലപ്പോഴും പ്രീമിയർ ലീഗിലൊക്കെ ഉണ്ടാവാറുള്ളത്. നമുക്കറിയുന്നതാണ്. ലാ ലീഗയിലൊക്കെ ആ രീതിയിലുള്ള ഇൻസിഡൻറ്റുകൾ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഈ ചാനലിൽ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട തരത്തിലുള്ള സംഭവം, സാധാരണഗതിയിൽ ബോക്സിനകത്തുള്ള ഫൗളിൻ്റെ ത്രഷോൾഡ് അല്ല ബോക്സിന് പുറത്തുള്ളത്. പലർക്കും അറിയുന്നൊരു കാര്യമാണത്. അതായത് ബോക്സിന് പുറത്ത് കൊടുക്കുന്ന ചില ഫൗളുകൾ ബോക്സിനകത്ത് കൊടുക്കാറില്ല എന്നുള്ളത്. ഇനി ഇവിടെ മക്കാലിസിൻ്റെ സംഭവം, ആ ക്രോസ് വരുന്ന സാഹചര്യത്തിൽ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് അർജൻറ്റീന. അവിടെ ആ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനായിട്ട് ഈ ഈജിപ്ഷ്യൻ പ്ലെയർക്ക് പോകാൻ പറ്റുമായിരുന്നതാണ്. മക്കാലിസിനെ സംബന്ധിച്ചിടത്തോളം ആൾ ഗ്രാബ് ചെയ്യുന്നുണ്ടോ ഈ പ്ലെയറിനെ? യെസ്, ഗ്രാബ് ചെയ്യുന്നുണ്ട്. ബോക്സിന് പുറത്തുനിന്നാണ് ഗ്രാബ് തുടങ്ങുന്നത്, ആ ബോക്സിനകത്തേക്കും അത് കടക്കുന്നുണ്ട്. അഗെയിൻ റെഫറി ചാനൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫറി ചാനലിൽ പുള്ളി പറയുന്നത് അതൊരു ഒഫൻസാണ്, അത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുന്ന സംഭവമായിട്ടാണ് ആൾ പറയുന്നത്. പക്ഷേ ഞാൻ ഇന്നലെ തന്നെ റെഫറി ചാനലിൻ്റെ ആ ഒരു ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിൽ തന്നെ ആളുടെ അഭിപ്രായത്തിന് വിപരീതമായിട്ടായിരുന്നു എൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നത്. അതാണ് പറഞ്ഞത്, അതൊക്കെ അഭിപ്രായങ്ങളുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെയും ആളുടെ അഭിപ്രായത്തിന് വിപരീതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അത് വളരെ മിനിമലായിട്ടുള്ള കോൺടാക്റ്റാണ്. വളരെ ക്ലോസ്ലി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള ഈജിപ്ഷ്യൻ പ്ലെയറിൻ്റെ ആ ഒരു വീഴ്ച നമുക്ക് കാണാൻ പറ്റും. വളരെ മിനിമലായിട്ടുള്ള കോൺടാക്റ്റാണ്. ആ മിനിമൽ കോൺടാക്റ്റിൽ കാര്യമായിട്ട് ആ പ്ലെയറിനെ വീഴ്ത്താനുള്ളൊരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അതങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, അത് നിങ്ങളുടെ ഒപ്പീനിയനാണ്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. അതൊരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവം ഇല്ല. പിന്നെ മാത്രമല്ല അവിടെ ബോൾ അവിടെ ക്ലിയർ ആകുന്നുണ്ട്. യെസ്, സെക്കൻഡ് ബോളിന് പോകാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പോസിബിലിറ്റി വേണമെങ്കിൽ പറയാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ആക്ഷൻ എവേയിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഒരു ഓഫ് ദ ബോൾ ഇൻസിഡൻ്റ് ആണെന്ന് മാത്രമല്ല അതിൽ ഇനഫ് കോൺടാക്റ്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ സില്ലിയാണ് അവിടെ മക്കാലിസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വളരെ മിനിമലായിട്ടുള്ളൊരു കോൺടാക്റ്റാണ്. ആ രീതിയിൽ ആ ഡ്രമാറ്റിക് ആയിട്ടുള്ള ആ ഒരു വീഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലൊരു ത്രഷോൾഡിൽ അത് ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അഗെയിൻ ഇനി സലയുടെ ഇൻസിഡൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സല ഡ്രിബിൾ ചെയ്തിട്ട് ബോക്സിലേക്ക് കയറാനുള്ള ശ്രമമാണ്. ബോക്സിലേക്ക് കയറുന്നുണ്ട്. അൽവാരസ് വളരെ ക്ലിയർ ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ആൾ ക്ലിയർ ആയിട്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ട്. പല പിക്ചേഴ്സാണ് പുറത്തേക്ക് വരുന്നത്. ചില പിക്ചേഴ്സ് ആളുകൾ കാണുന്നത് വെറും ആ ഒരു രണ്ടാമത്തെ ആ കോൺടാക്റ്റ് മാത്രമാണ് കാണിക്കുന്നത്. ആദ്യം ബോൾ വിൻ ചെയ്തിട്ടുള്ള കോൺടാക്റ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. യെസ്, ഇത്തരം ഡീറ്റെയിലേക്ക് കടക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ആ രീതിയിൽ ഭയങ്കരമായിട്ട് ചർച്ച ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അൽവാരസോട് ബോൾ വിൻ ചെയ്യുന്നു. പിന്നെ സല ഓൾറെഡി സ്റ്റെപ്പ് ഓവർ നടത്താനുള്ള ശ്രമമുണ്ട്. സലയെ സംബന്ധിച്ചോളം ആളുടെ ബാലൻസ് നഷ്ടപ്പെടുന്നുണ്ട്. ഹുൻ അൽവാരസ് ആളുടെ കാല് വളരെ നാച്ചുറൽ പൊസിഷനാണ് നിൽക്കുന്നത്. ആ ടാക്കിൾ നടത്തിയതിന് ശേഷം യെസ്, അവിടെ ചെറിയൊരു ക്ലിപ്പ് സംഭവിക്കുന്നുണ്ട് സലയുടെ കാലിൽ. പക്ഷേ അത് വളരെ സോഫ്റ്റ് കോൺടാക്റ്റാണ്. മാത്രമല്ല അതൊരിക്കലും ഫുട്ബോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പെനാൽറ്റി ആയിട്ട് ആരും ബാധിക്കില്ല. അടുത്തുള്ള പ്രശ്നം ഇതും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഇൻസിഡൻറ്റും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അത് രണ്ടും ഐഡൻറ്റിക്കൽ അല്ലേ എന്നുള്ളതാണ് ആളുകളുടെ ചോദ്യമുള്ളത്. അതേപോലെ തന്നെ മെക്കാലിസിൻ്റെ ഇൻസിഡൻറ്റും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഇൻസിഡൻറ്റും തമ്മിൽ ബന്ധമുണ്ടോ, അതും ഐഡൻറ്റിക്കൽ അല്ലേ എന്നുള്ളതാണ്. അത് ആ സംഭവം VR ഇടപെട്ടിട്ട് ഡിസലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഗോളിൽ VR എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്യുന്നത് മാത്രമല്ല VR ചെക്ക് എന്നുള്ളതാണ്. കോൺസ്റ്റൻ്റ് ആയിട്ട് റെഫറിയും VR തമ്മിൽ ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ആൾക്ക് റെഫറീനെ സ്ക്രീനിൽ പോയി വിളിക്കേണ്ട ഒരു ഘട്ടമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സിനാരിയോ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അവർ വിളിക്കുകയുള്ളൂ. ഇവിടെ ഈ രണ്ട് ഇൻസിഡൻറ്റുകളും അതിന് പോകുന്ന ഒരു സംഭവമായിട്ട് റെഫറിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതായത് VR റെഫറിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് റെഫറിനെ വിളിക്കാതിരുന്നതാണ്. മറ്റത് അത്തരത്തിൽ തോന്നിയിരുന്നതാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടും ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ സംഭവം അതൊരു ക്ലിയർ ആൻഡ് ഒബ്വിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മറ്റേത് പിന്നെ ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. ഹുൻ അൽവാരസിൻ്റേത് ക്ലീൻ ടാക്കിളാണ്, ബോൾ വിൻ ചെയ്യുന്നു. അതിനുശേഷം നടക്കുന്ന കോൺടാക്റ്റ് വളരെ മിനിമൽ കോൺടാക്റ്റാണ്, ഫുട്ബോളിങ് കോൺടാക്റ്റാണ്. ഇതൊരു കോൺടാക്റ്റ് സ്പോട്ടാണെന്നുള്ളത് പലപ്പോഴും പലരും മറന്നു പോവുകയാണ്. പിന്നെ സൂം ചെയ്ത് ഭയങ്കരമായിട്ട് പിന്നെ പിക്ചർ മാത്രമൊക്കെ കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും പല രീതിയിലും തോന്നും. ആ രീതിയിലാണ് പല സംഭവങ്ങളെയും പർവ്വതീകരിച്ച് കാണിക്കുന്നത് ഫുട്ബോളിൽ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ എൻ്റെ കാഴ്ചപ്പാടിൽ അതിലൊരു കോൺട്രവേഴ്സി ഇല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മെക്കാലിസിൻ്റെ സംഭവം യെസ് ഡിബേറ്റബിളാണ്. പല രീതിയിലുള്ള ചർച്ചകൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ മിനിമലായിട്ടുള്ള കോൺടാക്റ്റാണ് അവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഈ ഇൻസിഡൻറ്റുകളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി യെല്ലോ കാർഡുകൾ ആർക്കും കൊടുത്തില്ലല്ലോ ഈ മത്സരത്തിൽ. ആകെ ഈജിപ്ഷ്യൻ പ്ലേയേഴ്സിന് മാത്രമാണ് യെല്ലോ കാർഡ് കൊടുത്തത്. ഈജിപ്ഷ്യൻ പ്ലേയേഴ്സിന് എപ്പോഴാണ് യെല്ലോ കാർഡ് കൊടുക്കുന്നത്? അർജൻറ്റീന മൂന്നാമത്തെ ഗോൾ അടിച്ചതിന് ശേഷമാണ്. ഡിസെൻറ്റിലും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് ചില സിനിക്കൽ ഫോളും കാര്യങ്ങളും നടക്കുന്ന സാഹചര്യത്തിലാണ് യെല്ലോ കാർഡ് ആ മത്സരത്തിന് ചങ്ങായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2
സെറ്റ് ഓഫ് പ്ലേയേഴ്സിനും ചെങ്ങായി യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. യെല്ലോ കാർഡ് കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻസിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? യെസ്. അർജന്റീനൻ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? യെസ്. ഈജിപ്ഷ്യൻ പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നോ? യെസ്. 2 ടീമുകളും ഫിസിക്കലാകുന്നുണ്ടായിരുന്നു, 2 ടീമുകളും ഫൗളുകൾ നടത്തുന്നുണ്ടായിരുന്നു. കുട്ടി റൊമേറോക്ക് യെല്ലോ കാർഡ് കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു പിന്നെ കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയോയിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ സലയ്ക്കെതിരെയുള്ള ഒരു ഫൗൾ, അതിൽ ബോൾ വിൻ ചെയ്യുന്നതിന് പക്ഷേ സ്റ്റിൽ ആളിനെ എടുക്കുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ യെല്ലോ കൊടുക്കാമായിരുന്നു. ഈജിപ്ഷ്യൻ പ്ലെയർമാരുടെ ഫൗളുകൾ ഉണ്ടായിരുന്നു, യെല്ലോ വേർത്തി ആയിട്ടുള്ള ഫൗളുകൾ ഉണ്ടായിരുന്നു. അഗെയിൻ ഇനിയിപ്പോൾ ഈ മക്കാലിസ്റ്ററിൻ്റെ ടഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മക്കാലിസ്റ്ററിനെ പുള്ളി ചെയ്തിട്ടുള്ളൊരു സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷേ അതും ഫൗളല്ല, അതൊരിക്കലും ഫൗളല്ല. അത് മക്കാലിസ്റ്റർ ബാക്ക് ഓഫ് ദ ഗോൾ ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, ഡിഫൻഡറിലേക്ക് ലീൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് മെസ്സിയാണ് ആൾക്ക് പാസ് കൊടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഡിഫൻഡർ ആളിലും കോൺടാക്റ്റ് ഉണ്ട്, ബോളിലും കോൺടാക്റ്റ് ഉണ്ട്, എന്നിട്ട് അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് മക്കാലിസ്റ്റർ ബോക്സിൽ വീഴുന്നുണ്ട്. മക്കാലിസ്റ്റർ അതിനൊരു പെനാൽറ്റി കോളോ കാര്യങ്ങളോ നടത്തിയിട്ട് പോലും ഇല്ല. അത് പെനാൽറ്റി അല്ല, കോൾ നടത്തിയിട്ട് കാര്യമില്ല. പക്ഷേ വേണമെങ്കിൽ ആൾക്കാർക്ക് ആ ഇൻസിഡൻറ്റ് വേണമെങ്കിൽ എടുത്ത് ചർച്ച ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈജിപ്ഷ്യൻ പ്ലേയേഴ്സും ഫൗൾ ചെയ്യുന്ന സാധനമുണ്ട്. അതായത് നമ്മളൊരു മത്സരത്തിൻ്റെ ഫൗളുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് ഒരു ഫുട്ബോൾ മാച്ച് നടന്നു കഴിഞ്ഞാൽ നോർമൽ സിനാരിയോയിൽ ചില ഇൻസിഡൻറ്റുകൾ നമുക്ക് ഫേവറായിട്ട് വരും, ചില ഇൻസിഡൻറ്റുകൾ നമുക്ക് അഗൈൻസ്റ്റായിട്ട് വരും. ഒരു മത്സരത്തിലെ ഫൗളുകളും അത്ര ഓരോ ഫൗളുകളെയും സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും ചില സാഹചര്യങ്ങൾ, നമ്മളെന്താണോ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഉത്തരം നമുക്ക് കിട്ടും ചില സാഹചര്യങ്ങൾ. അതേപോലെ തന്നെയാണ് ChatGPT. നമ്മളെന്താണ് നമ്മുടെ പ്രോംപ്റ്റിനനുസരിച്ചുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുക. അതേപോലെ നമ്മൾ ഏത് രീതിയിലുള്ള സാധനമാണ്. അപ്പോൾ മെസ്സി ഫാൻസിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അർജന്റീന ഫാൻസിനെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ട്. മറ്റവർക്ക് അതിന് ഓപ്പോസിറ്റ് ഇരിക്കുന്നവരെ സംബന്ധിച്ചോളം ഇത് കോൺസ്പിറസി തിയറി ഉണ്ട്, ഇത് റിഗ്ഡ് ആണെന്ന് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ട്, ഇവർക്ക് ഇപ്പുറത്ത് കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതിന് ഏത് രീതിയിലുള്ള സംഭവമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു സുന്ദരമായിട്ടുള്ള കാര്യം ഫുട്ബോളിൽ. അപ്പോൾ ഫുട്ബോൾ മാച്ചിൽ ഓരോ ഇൻസിഡൻറ്റിനെയും സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പലരും ചോദിക്കും വൈ ഓൾവേസ് അർജൻറ്റീന എന്നുള്ളത്. അതാണ് അടുത്ത ചോദ്യം. അത് നിങ്ങൾ ചിലപ്പോൾ ആ മത്സരം മാത്രം കാണുന്നുണ്ടായിരിക്കണം. ഈ വേൾഡ് കപ്പിൽ തന്നെ പല ഇൻസിഡൻറ്റുകളും ക്വസ്റ്റനബിളായിരുന്നു, പല ഇൻസിഡൻറ്റുകളും. അതിൽ ഓരോന്നിലേക്കും കടക്കാൻ പറ്റില്ല, ചിലത് വേണമെങ്കിൽ പറഞ്ഞു പോകാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ചെറിയ ടീമുകൾക്കെതിരാണ് വലിയ ടീമുകളെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാഗ്വേ ഫ്രാൻസ് മത്സരം. യെസ്, അത് ഒറ്റ നോട്ടത്തിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ള തോന്നലുണ്ടായിരിക്കും. പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് ബിഗർ ടീമുകൾക്ക് ചില ഫേവറബിൾ ഡിസ്റ്റൻസ് ബിഗർ ടൂർണമെൻറ്റുകൾ കിട്ടാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലബ് ഫുട്ബോളിലാണെങ്കിലും അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫുട്ബോളിലാണെങ്കിലും അത്തരത്തിൽ ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇപ്പോൾ പരാഗ്വേ ഫ്രാൻസ് മത്സരത്തിനിടയിൽ പരാഗ്വേ കളിച്ച ഗുസ്തിക്ക് അവർക്കൊരു യെല്ലോ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഫ്രാൻസിനാണ് 3 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ, അത് നമ്മൾ കണ്ടതാണ്. ഫ്രാൻസിന് തന്നെ മറ്റൊരു മത്സരത്തിൽ സെനഗലിനെതിരെയുള്ള മത്സരത്തിൽ, അതിൽ ഒബ്വിയസ്ലി സെനഗൽ ബിഗ് ടീമാണ്, ബിഗ് ആഫ്രിക്കൻ ടീമാണെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി ചെറിയ ടീമാണല്ലോ. സദിയോ മാനെ എംബാപ്പനെ ക്ലീൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പെനാൽറ്റി കൊടുക്കാത്ത സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ബിഗർ ടീമുകളിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ സെനഗൽ ബെൽജിയം മത്സരത്തിലെ പെനാൽറ്റി ഇൻസിഡൻറ്റ് അത് ക്വസ്റ്റനബിൾ ആയിരുന്നു. ഇപ്പോൾ ഇന്നലെ സ്വിറ്റ്സർലാൻഡ് കൊളംബിയ മത്സരത്തിനിടയിലും ക്വസ്റ്റനബിൾ സംഭവങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ്, ഇംഗ്ലണ്ട് ഗാന മത്സരത്തിൽ ഗാനയ്ക്ക് 100% അത് പെനാൽറ്റിയാണ്, 100% പെനാൽറ്റിയാണ്. അത് കൊടുക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 100% പെനാൽറ്റിയാണത്, ഒരു ഡൗട്ട് പോലും ഇല്ല. പക്ഷേ അതിൽ VR ഇടപെടുന്നില്ല. അഗെയിൻ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഓരോ ഇൻസിഡൻറ്റിലും തപ്പിക്കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ കിട്ടും, ഓരോന്നിലേക്കും ഞാൻ കടക്കുന്നില്ല. പിന്നെ ഒബ്വിയസ്ലി പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിലെ സ്നിക്കോമീറ്റർ, അത് എൻ്റെ കാഴ്ചപ്പാടിൽ ആ സ്നിക്കോമീറ്റർ, ആ ടെക്നോളജിനെ ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ ടെക്നോളജിനെ വിശ്വസിക്കുകയാണ്. അതേപോലെ തന്നെ റെനാറ്റോ വേഗയുടെ തലയിൽ തട്ടിയിട്ടുള്ള സാധനം, അത് അവരുടെ ഇൻ്റർപ്രിട്ടേഷനിൽ അത് എന്താണ് ഡെലിബറേറ്റ് അല്ല എന്നുള്ളതാണ് ഇൻ്റർപ്രിട്ടേഷൻ. ഞാൻ ആ രീതിയിൽ തന്നെയാണ് വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അതാണ് റൂള്. ആ രീതിയിലാണെങ്കിൽ അത് അവിടെ ഓഫ് സൈഡാണ്. പക്ഷേ അതിനുശേഷം എങ്ങനെയാണ് ലുക്കീറ്റ പ്രതികരിച്ചത്? ലുക്ക മോഡ്രിച്ച് എന്ന് പറഞ്ഞാൽ അത്രയും റെസ്പെക്റ്റഡ് ഫിഗറാണ് ആൾ. VRനെതിരെ എങ്ങനെയാണ് സംസാരിച്ചത്, ചില ടീമുകൾക്ക് ഫേവറബിളായിട്ട് സംഭവിക്കുന്ന രീതിയിൽ ആൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ മത്സരത്തിന് ശേഷം, അല്ലേ? അതും വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മത്സരത്തിന് ശേഷം ഒബ്വിയസ്ലി സീക്കോ എന്ന് പറയുന്ന പ്ലെയർ ആ ഇമോഷനിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണ്. ആൾ ഭയങ്കര ഫ്രസ്ട്രേഷനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. റിഗ്ഡാണ്, ഇത് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടാണ് റിഗ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. യെസ്, ഇമോഷൻസാണ്. ഇമോഷൻസിൻ്റെ സാഹചര്യത്തിൽ പലതും സംസാരിക്കും. ഹസൻ മാനേജർ ആ രീതിയിൽ സംസാരിക്കുന്നു. പണമാണ് ഏറ്റവും വലുത്. അപ്പോൾ ബിഗർ ടീമുകളെ, മെസ്സിനെ ഇതിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. പക്ഷേ എന്തുകൊണ്ട് അവരെ 2 ഗോളിൻ്റെ ലീഡ് കൊണ്ടു തുലച്ചു എന്നുള്ളൊരു ചോദ്യം അപ്പോഴും അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട സംഭവമാണ്. ഒരു കോച്ച് എന്ന നിലയിൽ എന്താണ് ചങ്ങായി ചെയ്യുന്നതാണ്. ആ കോച്ചിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ് അവർ 2-0 എന്നുള്ള സ്കോർ ലൈന് മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ വർക്കായിട്ടായിരുന്നു. യെസ്, ഫാൻറ്റാസ്റ്റിക്. പക്ഷേ ആ 3ാമത്തെ ഗോളിലൊക്കെ 2v2 സിനാരിയോ വന്നതിന് ശരിക്കും ആൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു. അതേപോലെ തന്നെ അവരുടെ അപ്രോച്ച്, അവർ പതറിപ്പോയത്, അവർ കപ്പിച്ചുലേറ്റ് ചെയ്തത്, അവരുടെ ആ ഒരു പിന്നെ
ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അതൊക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെയാണ് അവർ പരാജയപ്പെട്ടു പോയത്. അർജൻറ്റീനയുടെ ഗ്രേറ്റ് കംബാക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ലീഡ് എങ്ങനെ കൊണ്ട് തുലച്ചു എന്നുള്ളതും ചോദിക്കേണ്ടതായിരുന്നു. വളരെ കുറച്ച് മിനിറ്റ്സ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ല. അതുവരെ ഫാൻറ്റാസ്റ്റിക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ നരേറ്റീവ് മെല്ലെ മാറ്റും. അതേപോലെ തന്നെ ആഫ്കോണിൻ്റെ സമയത്തും ആഫ്കോൺ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൾഫ് ന്യൂസിന് വേണ്ടിയിട്ട്. ആളുടെ ചില ഇൻട്രസ്റ്റിംഗ് വാക്കുകളുണ്ടായിരുന്നു. സെനഗലിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പിന്നെ ഫെഡറേഷൻ ചെയ്യുന്നുണ്ട്. ഈ ടൂർണമെൻറ്റ് അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ജയിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ള അലിഗേഷൻ ചങ്ങായി ആ ഒരു സാഹചര്യത്തിലും ഇറക്കിയിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാം. അത് ചങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ഹസൻ ഒബ്വിയസ്ലി പരാജയപ്പെടുമ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ആ സെക്കൻഡ് ഗോൾ ഡിസൈഡ് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലുള്ള ആ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈജിപ്തിനെ പോലത്തെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം ഫൈറ്റ് ചെയ്തിട്ട് അവർക്ക് ഇങ്ങനൊരു കപ്പിച്ചുലേഷൻ നേരിടേണ്ടി വന്നത് ഓഫ് കോഴ്സ് അതിൽ ചില ഡിസിഷൻസ് അവർക്ക് ഫേവറബിൾ അല്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ, അവർക്ക് എഗെയിൻസ്റ്റ് ആയി എന്നുള്ള തോന്നൽ വന്നപ്പോൾ, അതുകൊണ്ട് ആ ഇമോഷണൽ ബേഴ്സ്റ്റിനെ അവരുടെ ആ സംസാരത്തിൽ നിന്ന് ഞാൻ കുറച്ച് കാണുന്നില്ല. ദാറ്റ് ഈസ് ഫൈൻ. മനുഷ്യന്മാരാണ്. സീക്കോയുടെ സംസാരത്തിൽ നിന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. ഞാനാണെങ്കിലും ചിലപ്പോൾ ആ രീതിയിലായിരിക്കും സംസാരിക്കുക. പിന്നെ നമ്മൾ യെല്ലോ കാർഡുകളുടെ കാര്യം സംസാരിച്ചു. അഗെയിൻ ആ പോർച്ചുഗൽ കൊളംബിയ മത്സരത്തിനിടയിൽ ഈ പുള്ളിനെ കുറിച്ച് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ കൊളംബിയൻ പ്ലെയറിനെ പുള്ളി ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ അതൊരു മിനിമൽ കോൺടാക്റ്റാണ്. എനിക്ക് ആ ഒരു സാഹചര്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് റെഫറി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊരു മിനിമൽ കോൺടാക്റ്റാണ്. മിനിമൽ കോൺടാക്ട് ചെയ്ത് എക്സസീവ് കോൺടാക്ട് ചെയ്ത് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില റെഫറിമാർ ചിലത് കൊടുക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. റെഫറിമാർക്ക് തോന്നുന്ന പോലെയാണ് ചില സാഹചര്യങ്ങളിൽ ചിലത് ചെയ്യുക എന്നുള്ളതാണ്. ചില ടീമുകൾക്ക് മാത്രം പ്രത്യേക പരിഗണന കിട്ടുന്നത് വെച്ചാൽ ഇപ്പോൾ സ്കോട്ട്ലൻഡ് മൊറോക്കോ മത്സരത്തിൻ്റെ ഡിസിഷനെ കുറിച്ച് എൻ്റെ സ്കോട്ടിഷ് ഫ്രണ്ട് ഉണ്ട്, ആളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്കോട്ട്ലൻഡിന് മിനിമം 2 പെനാൽറ്റിയെങ്കിലും മൊറോക്കോക്കെതിരെയുള്ള മത്സരത്തിൽ കിട്ടണമായിരുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു വാദമുള്ളത്. അത് റെഫറി കൊടുക്കാത്ത സിറ്റുവേഷൻ ആയിരുന്നു. മൊറോക്കോ ആ മത്സരം വിജയിച്ച് കയറണമായിരുന്നു. അപ്പോൾ ഓരോ സെറ്റ് ഓഫ് ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞാലും ഓരോ തരത്തിലുള്ള ഇൻസിഡൻറ്റുകളെ കുറിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് റെഫറിങ് ഗെയിം ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല. നിയർ പെർഫെക്റ്റ് ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ ബാലകൻ്റെ റെഡ് കാർഡൊക്കെ മാറ്റിയെടുത്തുള്ള ഡിസിഷൻ അതൊക്കെ അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. VARൻ്റെ ഇൻകൺസിസ്റ്റൻസി തന്നെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മറ്റ് സംഭവങ്ങൾ നടക്കുന്നതിൽ എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെകഞ്ഞു നോക്കുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ കൂടിയാണ്. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ മൊലീനയുടെ ഇൻസിഡൻറ്റ്, അഷൂറിനെ സ്ലാപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, അത് ചെസ്റ്റ് ഏരിയയിലേക്കാണ് സ്ലാപ്പ് ചെയ്തത്. അത് വേണമെങ്കിൽ ഒരു യെല്ലോ കാർഡ് കൊടുക്കാൻ പറ്റുന്ന സംഭവമാണ്. അതൊരു റെഡ് കാർഡ് ഇൻസിഡൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപിന് പീസ് അവാർഡ് വരെ കൊടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാറ്റസ്ട്രോഫിക്കൽ ഡിസിഷൻസും ഒരുപാട് സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പല ഡിസിഷൻസും പല മത്സരങ്ങളിലേതും ക്വസ്റ്റ്യനബിൾ തന്നെയാണ്. അപ്പോൾ റെഫറിങ് എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല രീതിയിലല്ല ഫുട്ബോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. VAR ഈ VARൻ്റെ യൂസേജ്, ഞാൻ ടെക്നോളജീനെ മാത്രമല്ല കുറ്റം പറയുന്നത്. ടെക്നോളജീനെ മാത്രം നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. കുറേ ഡിസിഷൻസൊക്കെ അവർക്ക് ശരിയായിട്ടും കിട്ടുന്നുണ്ട്. പക്ഷേ ടെക്നോളജീനെ യൂസ് ചെയ്യുന്ന രീതി അത് ശരിയല്ല. അത് ഇത്തരത്തിലുള്ള കോൺസ്പിറസി തിയറികളിലേക്ക് കൂടുതൽ പിന്നെ വിവാദങ്ങളിലേക്കും ചർച്ചകൾ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം ഇമോഷൻസിനെ തല്ലിക്കെടുത്ത ഒരു സംഭവമാണ്. എനിക്കൊട്ടും അത് ദഹിക്കാത്തൊരു കാര്യമാണ്. ഡയറക്റ്റ്ലി നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ആ ടോപ്പിക്കിലേക്ക് ഞാൻ കടന്നു വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ മത്സരത്തിലെ ഇൻസിഡൻറ്റുകളെ കുറിച്ചും അതിലുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിയാണ്, ഇത് ടെക്നിക്കൽ എക്സ്പേർട്ട് ഒപ്പീനിയനാണ് എന്ന് വിചാരിക്കരുത്. ഇത് എൻ്റെ അഭിപ്രായമാണ് ഒരു ഫാൻ എന്ന രീതിയിൽ. അപ്പോൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പല രീതിയിലുള്ള സ്വാധീനങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് വല്ലാത്ത രീതിയിലൊരു ഇമോഷണൽ സ്പോട്ടാണ്. ഓരോ മനുഷ്യന്മാർക്കും അവരുടേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടായിരിക്കും. ആ ഇമോഷൻസിനെ അവരുടെ അഭിപ്രായങ്ങളെ സ്വാധീനിക്കാനും സാധിക്കും, ഞാൻ ഉൾപ്പെടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടായിരിക്കും, വിയോജിക്കുന്നുണ്ടായിരിക്കും. നോ ഇഷ്യൂസ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനുകൾക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലം തന്നെയാണ്. മറ്റധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അർജൻറ്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടർ ഫൈനലുണ്ട്. ആ പാത്ത് എങ്ങനെ വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും കോൺസ്പിറസി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം, അല്ലേ? അർജൻറ്റീന വേഴ്സസ് പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനൽ വരേണ്ടതായിരുന്നു. എന്ത് ചെയ്യാം, നമുക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഫുള്ളി ഫിറ്റ് അല്ലാത്ത മോസലയുടെ പട്ടാളവും മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ ആ ഒരു രാജ്യത്തിൻ്റെ പ്രൗഢി അവർ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ചുള്ളൊരു മത്സരമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹസനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആൻറ്റി റേസിസം ആ ഒരു സിമ്പിൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ആ ഒരു
ഏതെങ്കിലും തരത്തിലുള്ള റേസിസ്റ്റ് അബ്യൂസ് നേരിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതാണോ അതോ ഈ റഫറിയുടെ ഡിസിഷൻസിനെതിരായി ചെയ്തതാണോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും ഒരു റേസിസ്റ്റ് ഷോയിൽ എന്തെങ്കിലും ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു. ആൾക്ക് യെല്ലോ കാർഡാണ് ആ സാഹചര്യത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആളുടെ കൂടെയുള്ള സ്റ്റാഫുകൾ തന്നെ ആളെ അത് കാണിക്കേണ്ടെന്നുള്ള രീതിയിൽ ആളെ തടയുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ മത്സരത്തിന് ശേഷം അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല എന്നാണ്. അപ്പോൾ അതിനർത്ഥം അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാൻ വഴിയില്ല. അത് പുള്ളിക്കാരൻ ആ ഒരു റഫറിക്കെതിരെയുള്ള ഒരു രീതിയിലായിട്ട് കണക്കാക്കിയതായിരിക്കണം എന്നാണ്. എനിക്കറിയില്ല. എന്തായാലും ഹസനെ സംബന്ധിച്ചിടത്തോളം ഹസനും എന്താ പറയുക ഈ ടീമിനെ ഈ രീതിയിൽ ഇവിടെ എത്തിയതിൽ വലിയ ആ ഒരു പ്രൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റും. ഒബ്വിയസ്ലി എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് പല ആളുകളും ചർച്ച ചെയ്യുന്നുണ്ട്. കോൺട്രവേഴ്സികൾ തന്നെയാണ് പ്രധാന ടോക്കിംഗ് പോയിൻ്റായിട്ട് മാറിയിട്ടുള്ളത്. അർജൻറ്റീനയെ സംബന്ധിച്ചുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കേണ്ടതായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ ഓൾറെഡി ഭയങ്കര ലെങ്തി ആയിപ്പോയി. അവരിപ്പോഴും ഈ പ്ലാൻ മെസ്സി ആയിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ളത് വലിയ സംശയമുള്ളൊരു സംഭവമാണ്. ആ ഒരു പ്ലാൻ മെസ്സി 9 കൺസെക്യൂട്ടീവ് വേൾഡ് കപ്പ് മത്സരങ്ങൾ ചങ്ങായി ഗോളടിച്ചിരിക്കുകയാണ്. കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡൊക്കെ ഗോളടിച്ച് കൂട്ടുന്ന ഈ ഒരു ടൂർണമെൻറ്റിലെ ആളാണ് നിലവിലത്തെ വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോർ. അതോടൊപ്പം തന്നെ ഡിയോഗോ മറഡോണയുടെ വേൾഡ് കപ്പിലെ അസിസ്റ്റിൻ്റെ റെക്കോർഡും ചങ്ങായി മറികടന്നിരിക്കുകയാണ്. 9 അസിസ്റ്റുകളായി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ. വൺ എ മാൻ. ഒരു പ്രിവിലേജാണ് ഈ ചങ്ങായിയുടെ ഫുട്ബോൾ ആൾ പന്ത് തട്ടുന്നത് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ. പക്ഷേ എത്രത്തോളം ആൾക്ക് ഈ 39-ാം വയസ്സിൽ ഈ ടീമിനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഗുഡ് ബൈ.